പേടിക്കണ്ട, പാമ്പ് വെറുതെ ആരെയും ഉപദ്രവിക്കാറില്ല. വത്സ, എന്തോ? നീ വല്ലതും കഴിച്ചോ? ഇല്ല. ഞാൻ കാട്ടുകിഴങ്ങാണ് ഭക്ഷിക്കാറുള്ളത്. ഇന്നാണെങ്കിൽ അതുമില്ല. മീൻചാറ് കൂട്ടി ചോറിട്ടിട്ട് എത്ര ദിവസമായെന്നറിയോ? 8 ദിവസമായി. 8. സ്വാമി ഭഗീരാനന്ദ. ശരിക്കുള്ള പേര് രമേശൻ, നെല്ലിക്കുഴി രമേശൻ. എന്തുട്ടാ നിന്റെ നെയിം? ജോയ്. കട്ടതാ മട്ടറാ അതോ? ആന്നല്ല സ്വാമി. സ്വാമി എന്തുട്രാ സവി? അല്ല, ഈ സ്വാമിയാര് മീനൊക്കെ തിന്നോ? പിന്നല്ലാണ്ട് നല്ല അലക്കാലക്കും. ഇടാ ജോയേ, ഓ, സാമ്പാറും മത്തിയും പപ്പടവും സൂപ്പറാ. നല്ല സ്വാമി. അയ്യോ വേട്ട സ്വാമി, കത്തി സ്വാമി, ഞാൻ വെറുതെ. 11:30 അണ്ടം കരിയാട്ടാ. സ്വാമി ആന. നീ പേടിക്കണ്ട, അതൊന്നും ചെയ്യില്ലാന്ന്. സ്വാമി പാമ്പ് പോലല്ല, ആന ആളെ കൊല്ലും. പിന്നല്ലാണ്ട് കൊല്ലും. ഒറ്റ ചവിട്ടിനാ കൊല്ലും, വിത്തൗട്ട് സ്ക്രാച്ച്. ഇയാൾക്ക് ഭ്രാന്താണോ? അല്ല, സ്വാമി എന്തി കാട്ടില്? ആഞ്ഞിറഞ്ഞു തല തല അവന്റെ മുട്ടയുടെ തല തല നമ്മളെ ഭ്രാന്തി. പോയി. ഡാമിട്ടെ വല്ലം കഴിക്കാൻട്രാ? ഇല്ല സ്വാമി. എന്നാ ഉണ്ടാക്കട കന്നാലേ. എന്തുട്ടാ? സ്വാമി, എന്റെ പേര് സോമൻ. ഇത് എന്റെ ഭാര്യ ജയഭാരതി. ഈ ക്രാബെങ്ങനെ കയ്യിന്ന് പോയി? സ്വാമി, ഞങ്ങൾ പ്രേമിച്ച് വിവാഹം കഴിച്ചവരാ. വീട്ടുകാർക്ക് സമ്മതമല്ലാത്തതുകൊണ്ട് ഞങ്ങൾ രജിസ്റ്റർ മാരേജ് കഴിച്ചു. എന്നിട്ട് രണ്ടും കൽപ്പിച്ച് ഞങ്ങൾ എന്റെ വീട്ടിലേക്ക് വന്നു. തലയിപ്പ തെറിച്ചേനെ. കിളിപ്പോയി. അന്ന് ഭ്രാന്തായി പോയതാ സ്വാമി. അമ്മ അത് മനഃപൂർവ്വം ചെയ്താണെന്ന് പറഞ്ഞ് ഇപ്പൊ അമ്മയെ കൊല്ലാൻ നടക്കുക. സ്വാമി, ഞങ്ങൾ കാണിക്കാത്ത ഡോക്ടർമാരില്ല. സൈക്കാട്രിയിൽ ഇതിന് മരുന്നില്ലത്രേ. അങ്ങനെ ഇരിക്കുമ്പോഴാ കുന്നുമേ ജാനകി സ്വാമിയുടെ കാര്യം പറഞ്ഞത്. ജാനകി? ഈ ലെഫ്റ്റ് കണ്ണിന് താഴെ വട്ടപ്പുള്ളിയുള്ള ജാനകി? അതെ, അത് തന്നെ. സ്വാമി, ഇതിനൊരു പരിഹാരം കാണണം. കിഴി കൊണ്ടുവന്നിട്ടുണ്ടാ? ഒഴിച്ചിലും പിടിച്ചിലും ഒക്കെ വേണോ സ്വാമി? അല്ലാന്ന്, ചെമ്പിന്റെ കിഴി.
ഇച്ചിരി ചെലവുള്ള ഏർപ്പാടാട്ടാ. അതെന്തായാലും കുഴപ്പമില്ല സ്വാമി. എത്ര പണം വേണമെങ്കിലും ചെലവാക്കാം. എന്റെ ഈ മരുമകളുടെ ഭ്രാന്തൊന്ന് മാറി കിട്ടിയാ മതി. ഉടഞ്ഞില്ല. ഓ ഓ ഡാമിട്ടെ തുടങ്ങട്ടാ പരിപാടി. ഇവളെ വിട്ടൊഴിഞ്ഞു പോ. നിനക്ക് എന്തു വേണം? ഇവിടെ കൊന്ന് ഇവിടെ രക്തം കുടിക്കണം. കുടിക്കും. ആ, പണി കിട്ടോ സ്വാമി? ഈ തള്ളയെ കൊല്ലാൻ ഞാൻ നിന്നെ സഹായിക്കാം. ഇടിച്ചു കേട്ടവളെ. ഓം ബ്രഹ്മണമജാമഹേ സുഗന്ധിം പുഷ്പവർദ്ധനമുരുലോമേ. വന്ദേ പുഷ്പവർദ്ധനമുരുലോമേ. എന്തോ ഇത്? ഒന്നുമില്ലടാ. എന്താ സോമേട്ട? എന്താ എനിക്ക് സംഭവിച്ചത്? ഒന്നുമില്ല പൊന്നെ. ഇല്ല, എന്തോ ഉണ്ട്. അച്ഛ, എന്താ ഉണ്ടായത്? ഓ, ഒന്നുമില്ല മോളെ, ഒന്നുമില്ല. ഏയ്, ആ കഥ കുട്ടിക്ക് സോമേട്ടൻ ഒരു കടങ്കഥ പോലെ പറഞ്ഞുതരും. അയ്യോ ആ എന്തോ? ആ. ഓ. ദാ. അമ്മ എവിടെയേട്ടാ? സ്വാമി, അമ്മ ശിഷ്യ സ്വാമി ആ പലക തിരിക്കൂ. സ്വാമി കയറ് കഴുത്തി കുറുക്കി തള്ള വടിയായി സ്വാമി. കിടില സ്റ്റോറി സ്വാമി. ഒരു ആപ്പിൾ ജ്യൂസും കൈ പിടിച്ച് ഫുഡ് അടിച്ച് ഏസ് റൂമിൽ കിടക്കേണ്ട നേരമാ. ഒരു 100 അടിച്ചെങ്കിൽ നൈസ് മൂടായെന്നെ. പാട്ടുപുല്ലേ. ജോയ്, നീ നിന്റെ സ്റ്റോറി പറ. ദേ നിങ്ങട് നോക്കിയേ, കോമഡിയാണാ. കോമഡി ഉണ്ട്, ട്രാജഡി ഉണ്ട്, പിന്നെ കുറച്ച് ഫൈറ്റും ഉണ്ട്. ആയി പൊളിച്ചല്ല. നീ ആ സാധന പറഞ്ഞേ. ആയി സ്വാമി, ആ, ഏതൊരു പുരുഷന്റെ ഉയർച്ചയ്ക്കും താഴ്ചയ്ക്കും പിന്നില് ഒരു സ്ത്രീ ഉണ്ടെന്ന് കേട്ടിട്ടില്ലേ? ഇങ്ങോട്ട് പോരട്ടെ. ഇവിടെ അത് തന്നെ സംഭവിച്ചത്. ഈ നിൽക്കുന്ന പുലിക്കോട്ടിൽ ജോൺ ക്രിസ്റ്റിയുടെയും മേരി ക്രിസ്റ്റിയുടെയും മകൾ ഷാരോൺ എന്ന അന്നാമ്മയെ വിവാഹം കഴിക്കാൻ മെൽവിന് സമ്മതമാണോ? ആണോ? അങ്ങനെ ചുണ്ടനൊക്കെ കൊണ്ട് കാര്യമില്ല. വാ തുറന്ന് പറ, സമ്മതമാണോ? സമ്മതം. എൻ്റെ ഈശോയെ, അങ്ങനെ ഒരാളുടെ കാര്യത്തിൽ തീരുമാനമായി. ഈ നിൽക്കുന്ന കൊള്ളന്നൂർ ആന്റണിയുടെയും ലിസി ആന്റണിയുടെയും മകൻ മെൽവിൻ എന്ന വർഗീസിനെ വിവാഹം കഴിക്കാൻ ഷാരോണ് സമ്മതമാണോ? കർത്താവേ, സമ്മതമാണോ? സമ്മതമല്ലച്ചോ. സമ്മതമല്ലേ? സമ്മതമല്ല. സമ്മതമല്ലെന്ന്? എനിക്കൊരാളെ ഇഷ്ടം അച്ഛൻ. എനിക്ക് അയാളെ മാത്രമേ കല്യാണം കഴിക്കാൻ പറ്റൂ. അയാൾ ഇന്നിവിടെ വരും. അച്ഛൻ ചമ്മിയല്ലേ. നിനക്ക് തലയിലൊരു വിഗ് വയ്ക്കാറുന്നു, അതും പോയി.
ആള് വന്നല്ലോ. വാ മോനെ. ഇതാണ് അച്ചോ ഞാൻ സ്നേഹിക്കുന്ന ആള്. ഇയാളെ ഞാൻ കല്യാണം കഴിക്കുള്ളൂ. ഓഹോ, നേരാണോ ഈ കുട്ടി പറഞ്ഞത്? താനും ഈ കുട്ടിയും തമ്മിൽ ഇഷ്ടത്തിലാണോ? ചോദിച്ചു കേട്ടില്ലേ? അത് ശരി. സംസാരശേഷി ഇല്ലാത്ത ആൾക്കാരൊക്കെ കയറിയാണ് പ്രേമിക്കുന്നത്. അത് ഏത് മനസ്സ് എവിടത്തെ മനസ്സ് തമ്മിലുള്ള പൊരുത്തമല്ലേ അച്ചോ? ഏറ്റവും വലിയ പൊരുത്തം അല്ലേ? ആണോ? അപ്പൊ ഞാൻ ആരുടെയൊക്കെ കല്യാണം നടത്തി തരണ്ടേ? പറയേ. എന്റെ ഈ മനസ്സൊരാൾക്കും ശരീരം മറ്റൊരാൾക്കും സമർപ്പിക്കുന്നത് തെറ്റല്ലേ ജോണേ? ഇവര് തമ്മിൽ ഇഷ്ടമാണെങ്കിൽ ഈ വിവാഹം നടത്തണം. അതിന് ജോൺ ഒരിക്കലും എതിരെ നിൽക്കരുത്. അച്ചോ, ഞാൻ ഇതുവരെ ഇവളുടെ ഒരാഗ്രഹത്തിനും എതിരെ നിന്നിട്ടില്ല. ഇതെന്ത് തന്തേത്? ഒരടി നടക്കുമെന്ന് വിചാരിച്ചു, അത് പോയി. അവളുടെ ആഗ്രഹം അതാണെങ്കിൽ അതങ്ങ് നടത്തി കൊടുക്കച്ചോ. ഓ ജോണേ, ഓ ഈ ചതി എന്റെ അടുത്ത് വേണ്ടായിരുന്നു. നിന്റെ മോളുടെ ആട്ടത്തിനനുസരിച്ച് തുള്ളാനുള്ള പാവകളല്ലേ ഞങ്ങള്. നമുക്കിനി വീണ്ടും കാണാം. വരട്ടെ, വരാ. ഒരു മിനിറ്റ് വെടി, ആ, നിന്നോട് ദൈവം ചോദിക്കൂടി. പിന്നെ ദൈവത്തിന് അതല്ലേടി പണിയിടി. എന്ത് ധൈര്യത്തിലടാ എന്റെ കുടുംബത്തിലെ പെണ്ണെ കയറി പ്രേമിച്ചത്? സാറാ ആര് പ്രേമിച്ചു എന്നാ പറയണേ? ഞാൻ ഈ മുതലിനെ ആദ്യമായിട്ട് കാണും. മൈൻഡ് യുവർ വേർഡ്സ്. എന്താ മോളെ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നീ സ്നേഹിക്കുന്ന ആൾ ഇവനല്ലേ? ഇളയപ്പൻ എന്നോട് ക്ഷമിക്കണം. ഞാൻ സ്നേഹിക്കുന്ന ആളെയാളല്ല. ആ കണ്ട അല്ലേ? എല്ലാരും വിശ്വസിച്ചപ്പോ തന്നെ. രാഹുലിനെയാ ഞാൻ സ്നേഹിക്കുന്നത്. രാഹുൽ ദ്രാവിഡ. കഴിഞ്ഞ 6 മാസമായി ഞങ്ങൾ തമ്മിൽ പ്രണയത്തിലാ. ഇവിടെ വരാന്നാ അവസാനമായിട്ട് എനിക്ക് ഉറപ്പ് തന്നത്. ഇന്ന് രാവിലെ മുതൽ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. അവരിഷ്ടപ്പെട്ടു വേണം. എന്റെ രാഹുൽ അങ്ങനെയല്ല. അവനിവിടെ വരുംന്ന് ഉറപ്പ് പറഞ്ഞതുകൊണ്ടാ ഞാൻ മനസ്സമ്മതം മുടക്കി. അവൻ വരാണ്ടായപ്പോ പിന്നെ എനിക്ക് വേറൊരു വഴി ഉണ്ടായിരുന്നില്ല. അപ്പോഴാ ഇയാൾ അങ്ങോട്ട് കേറി വന്നേ. പള്ളി വന്ന എല്ലാവരും താ കാമുകന്മാരാക്കോ? പിന്നെ എനിക്ക് വേറെന്താ സമയത്ത് മുടക്കാൻ വേറെ വഴി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാ. മുടക്കാൻ വേറെ വഴി ഉണ്ടായിരുന്നില്ല. ദൈവം എന്റെ കൂടെ അല്ലേപ്പാ. അല്ല, എന്റെ സംശയം ഇവനെങ്ങനെ കറക്റ്റ് സമയത്ത് ഇവിടെ വന്നെത്തി എന്നുള്ളതാ. സാറേ, സാറിനതറിയില്ല? എന്നൊരു ഓർമ്മയും കിട്ടണില്ല. പലിശയ്ക്ക് പണം കൊടുത്തതാ. ചില വൃത്തികെട്ടന്മാരിപ്പോ പലിശയും തരുന്നില്ല, മുതലും തരുന്നില്ല. കുബേരയുടെ പേരും പറഞ്ഞ് എന്നെ പേടിപ്പിക്കുക. അതൊക്കെ നമുക്ക് റെഡിയാക്കാം സാറേ. പക്ഷേ കിട്ടുന്നതിൻ്റെ പാതി ഞങ്ങൾക്ക് തരണം. കിട്ടിയല്ല സാറേ, ഇല്ലടാ? ഓക്കെ, തരാം. അപ്പം ഞങ്ങൾ ആദ്യം ആരെ കാണണം സാറേ? ഇവിടുന്ന് എങ്ങനെയാ പകനെ കണ്ടുപിടിക്കുക? അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാന്നേ. ഇതെന്താ വരുന്നത്? മാരത്തോണാന്ന് തോന്നണം. മാരത്തോൺ ആണെങ്കിൽ ഒന്ന് മാറിക്കണം. അവനെന്നെ മാറ്റിയെടുത്തിട്ടുണ്ട്. ബെഞ്ചമിൻ ഏത് പറ്റും? ഞാനല്ല. ബെഞ്ചമിനെ കണ്ടുപിടിച്ചാൽ നിന്റെ കൈകാര്യം ഞങ്ങൾ തന്നെ പിടിക്കും. നിനക്ക് ഞങ്ങൾ ആരാ തരാടാ? പിന്നെ പറഞ്ഞോ. പിന്നെ ഇപ്പൊ പറയണം. ഞാൻ തമ്മനം വായിച്ചു. ഇത് തുരുമ്പ് ബാബു. തുരുമ്പ് ബാബു ഞാനാ? ചേട്ടാ എല്ലാം മനസ്സിലായി. കണ്ണാടി മോനെ. ഇത് ഞങ്ങളുടെ കുഴപ്പമല്ലേ, നിന്റെ സമയദോഷ. ഹലോ ഹലോ, ഇത് വർക്കാവുള്ളടാ. ബെഞ്ചമിനെ വാടാ, നമുക്കൊരു ഹോസ്പിറ്റലിൽ എത്തിക്കാം. വാ.
ബെഞ്ചമിൻ ഇവനാണോ ബെഞ്ചമിൻ? നീ ആരടാ? എടാ ഫേമസ് ആയിട്ടുള്ള ഗുണ്ടകളെ തിരിച്ചറിയാൻ പാടില്ല. ഞാൻ തമ്മനം വായിച്ചു തുരുമ്പ് ബാബു. വെരി കറക്റ്റ്. നീയല്ലേ പറഞ്ഞു അവന്റെ ബോധം പോയിന്ന്? ബോധമൊന്നും പോയിട്ടില്ലല്ലോ. ബോധം പോകാത്താണ് പ്രശ്നം. ഇപ്പൊ മനസ്സിലായില്ല ഞങ്ങൾ ആരാന്നുള്ളത്. ഇനി വന്ന കാര്യം പറയാം. നീ ആ സാം ക്രിസ്റ്റിയുടെ കയ്യിൽ നിന്ന് ഒരു 20 ലക്ഷം രൂപ മേടിച്ചിട്ടില്ലേ? അത് ഇന്ന് തന്നെ തിരിച്ചു കൊടുത്തോണം. ഇല്ലെങ്കിൽ നാളെ സൂര്യോദയം നീ കാണില്ല, കൊന്നു കളയും. അയ്യോ ചേട്ടാ, പൈസ ഞാൻ തരാം. പക്ഷെ ഇന്ന് എൻ്റെ കയ്യില്ല. നാളെ ഗ്രൗണ്ടിലേക്ക് പോരും. പൈസ അവിടെ വെച്ചിട്ടില്ലേ? ശരി, നിനക്കൊരു ദിവസം സമയം തരാം. പക്ഷേ നീ ഒറ്റയ്ക്ക് വരണം. ആളെങ്ങാനും കൂട്ടിയ ഒരാളെ കൊന്നാലും 4 ആളെ കൊന്നാലും ശിക്ഷ ഒന്നാണോ? മറക്കണ്ട. കറക്റ്റ് അല്ലേ? 5 ലക്ഷം കിട്ടിയിട്ട് ബുള്ളറ്റ് ഒന്ന് വാങ്ങിയിടണം. അതിനായി 1.5 ലക്ഷം മാറ്റി വെക്കണം. 2 കേസ് ബിയർ എന്ന് ഇറക്കിടേണം. 10,000 കിൻഡർ പൊട്ടന് കൊടുത്തിട്ട് ഒതുക്കിടേണം. ബാക്കി തുക മൊത്തമായി അടിച്ചിടേണം. ഒറ്റയ്ക്കങ്ങ് പോയാൽ മതി, അടി കിട്ടിയാൽ ഓടിയാൽ മതി, കയ്യും കാലും ഓടിഞ്ഞാൽ കരഞ്ഞിടേണ്ട. ചതിക്കല്ലേ, ഞാനൊരു കോമഡി പാട്ട് പാടിയതല്ലേ? കോമഡി പാട്ട് പാടാൻ നീ ആരാ? ബാദുഷേ? ഭാഷയല്ല, നാദൃശ. നാദൃശ്യ. അയ്യോ 9 മണിയായി, നീ ഇത് റെഡിയായില്ലേ? എടാ പോയി കുളിച്ചേ, വേഗം പോയി. ഏയ് പോണോ? പിന്നെ പോണ്ട. ഞാൻ ആ ടൈപ്പല്ല. നീ എന്തിനാ കിടന്ന് വട്ടം ചുറ്റണം? ഇതാണ് സിനിമ സ്റ്റൈല്. പോരെങ്കിൽ പിന്നെ അവനൊന്ന് പേടിപ്പിക്കുകയും ചെയ്യാം. അതുമല്ല, വണ്ടിക്കകത്ത് ആരെങ്കിലും ഉണ്ടെന്ന് നോക്കുകയും ചെയ്യാലോ. അത് കൊള്ളാം. ഒരു വെടിക്ക് 2 പക്ഷി. എണ്ണി നോക്ക്. ഏയ് ഗ്ലാസ് ഒക്കെ ഞങ്ങൾ വെച്ചോളാം. അവൻ്റെ ഒരു പത്രാസ്. എന്താണത്? നീ എന്നാ ഹോസ്പിറ്റൽ ഡിസ്ചാർജ് ആയവരാ? എന്റെ തമ്മനൻ ഷാഫിയേട്ടാ, ഇതൊക്കെ നമുക്ക് ആവശ്യം വരുന്ന സാധനങ്ങളല്ലേ? ഈ ജില്ലാ ഹോസ്പിറ്റലിൽ ഈ വക സാധനങ്ങളൊന്നും കിട്ടില്ലല്ലോ. അതെന്താ, ഇവിടെ പ്രൈവറ്റ് ഹോസ്പിറ്റലൊന്നുമില്ലേ? സീരിയസ് ആയിട്ട് ഇവിടെ പ്രൈവറ്റ് ഹോസ്പിറ്റലൊന്നുമില്ല. എടാ മറ്റവനാ. മറ്റവനാ പറ്റിപ്പാ? എനിക്ക് തോന്നി നീ പറ്റിപ്പാണല്ലടാ. വുഡ്ലാൻഡ് ടീഷർട്ട് ഇട്ട് ഇറങ്ങിയിരിക്കുക. എന്താ നിന്റെ പ്രശ്നം? പണിയാ. പനിയാ? ഇത്ര പെട്ടെന്ന്? എവിടെ? നെഞ്ചില? പനിയല്ല, പണിയാ. പണി? വണ്ടിയില് ആ വണ്ടിയില് ക്യാഷ് കൊടുത്ത് വെച്ചിരിക്കുക. അത് നേരത്തെ പറഞ്ഞോളൂ കുട്ടു. ബാക്ക് സീറ്റിൽ തന്നെ വെച്ചിട്ടുണ്ട്. എന്ത്? നീ ആരാളാ? നിന്റെ നിപ്പുണ്ടോ കൊടുക്കണം. ഞാൻ തമ്മനം ബൈജു തുരുമ്പ് ബാബു. ലേറ്റ് ആയില്ലേ? പിന്നെ പരിചയപ്പെടാം. ലേറ്റ് ആയിട്ടൊന്നുമില്ല, ഇപ്പൊ തന്നെ കിട്ടും. എടാ ഈ പേരുകൾ എവിടെയോ? എടാ അതെ, ഇമ്മാൻ ഒറിജിനല്ല, നമ്മൾ ഡൂപ്പും. അപ്പൊ നമ്മൾ പെട്ട ഇനിയിപ്പോ എന്ത് ചെയ്യും? പണി കിട്ടുന്ന ഉറപ്പായില്ലേ? എന്തെങ്കിലും ചെയ്യണം. ചേട്ടാ സുഖാണോ? ഞങ്ങൾക്ക് സുഖ, നിനക്കൊക്കെ സുഖല്ലേ? ഒന്നുകൂടെ പേര് വേടാ.
ചാടി വീഴണ് ചാഞ്ഞു നോക്കണ് ചോട് വെക്കണ് നേര് നോക്കണ് ചങ്കിനുള്ളിൽ വാശി മൂക്കണ് വാളെടുക്കണ് വീശി നോക്കണ് ചാടി വീഴണ് ചാഞ്ഞു നോക്കണ് ചോട് വെക്കണ് നേര് നോക്കണ് ചങ്കിനുള്ളിൽ വാശി മൂക്കണ് വാളെടുക്കണ് വീശി നോക്കണ് അപ്പൊ ഇളയപ്പനാണ് ഇതിനൊക്കെ കാരണം അല്ലേ? എന്റെ പൊന്നുമോളെ, ഇളയപ്പന് തെറ്റുപറ്റിപ്പോയി. ദൈവത്തെ ഓർത്ത് ഇത് ചേട്ടായിയോട് പറയരുത്. ഇല്ല, പറയൂല. പക്ഷെ ഇളയപ്പാ, ഒരു പാലിട്ട അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടേ? അത് വേണം. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഇളയപ്പന് മനസ്സിലായല്ലോ. അത് കൊള്ളാം എന്തായാലും. ആ മോതിരങ്ങൂരിര് ഒരു പവനാ. ഇല്ല, തരില്ല. കള്ളസ്വാമി ചിരിക്കുന്നോ? എന്റെ സ്റ്റോറിയാ കേട്ടിട്ട് നീ കുറെ ഇളിച്ചല്ലേ? ബ്ലഡി ഫുൾ. നീ പെണുങ്ങളുടെ ഉണ്ണിയെ എനിക്ക് ഈ കയ്യും കാലും ഓടിച്ചവരെ കുറിച്ച് കേട്ടാലോ കണ്ടാലോ അപ്പൊ എന്നെ ചിരി വരും. ബിക്കോസ് 1977 നാട്ടുകാർ മെടന്നിട്ട് അപ്പനെ ഓൺ ദ സ്പോട്ടാ ഓർമ്മ വരും. അല്ലേടാ ജോയേ, നീ എങ്ങനെയുണ്ടാ ഈ ചങ്ങനെ പരിചയപ്പെട്ടെ? അതൊന്നും പറയണ്ട സ്വാമി. അവൻ വടക്കനാ, മൂകാംബിക. ബ്യൂട്ടിഫുൾ. ഭയങ്കര ഡാർക്കാണല്ലോ. എന്തിലാകാണ് മച്ചാൻ ഈ പാട്ട്? വട്ടാണല്ലേ? വട്ടിവനല്ലടാ, ഇവനാ. ഈ പന്നി ഇത് മൊത്തം ഇപ്പൊ അടിച്ചു തീർക്കും. എടാ, ഇവന്റെ വിഷമം നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അവന് തെണ്ണം വന്നതിന് നീ എന്തിനാണ് തീർക്കണത്? ഹലോ, ഈ വിഷമം നിനക്ക് മാത്രമല്ല, ഒഴുകിട കണാപ്പി ഒന്നുകൂടി. എടാ, ഇവൻ ബാറിൽ ഒറ്റയ്ക്ക് ഇരുന്ന് അടിക്കുന്ന കണ്ടപ്പോഴാ കാര്യം ചോദിച്ചത്. എടാ, ഇവന്റെ മനസ്സിൽ ആ പാട്ടല്ല, ആ പെണ്ണാ കയറിയത്. അതാണ് വാട്സപ്പിലെ വീഡിയോ കണ്ടിട്ട് അവൻ ഈ മൂകാംബിന്ന് ഇവിടം വരെ എത്തിയത്. അറിയോ? അല്ലടാ, എനിക്കൊരു സംശയം. ഇത്രയും സുന്ദരിയായ പെണ്ണ് നിന്നെ എങ്ങനെയാണ് പ്രേമിക്കണത്? എന്റെ കയ്യിൽ നിന്ന് കള്ളു വാങ്ങി കുടിച്ച് എന്നെ കളിയാക്കുന്നോടാ. നോക്കാം, കണ്ടുപിടിക്കാം. വെറുതെ ഇങ്ങനത്തെ കല്യാണം. ജർമ്മട്ടോ കോടാലി മാറ്റാ. എടാ, ജോയിയുടെ അവിടെ സാധനം മാറ്റാ. ഹലോ, എടി ഞാൻ തറവാട്ടം പറ്റത്തില്ല. വിളിക്കാടി, വിളിക്കാന്ന്. എനിക്ക് അത്യാവശ്യമായിട്ടൊരു ജോലി വേണം. അടിപൊളി. ജോലി എൻ്റെ കൂടെ ബാറിൽ, താമസം എൻ്റെ വീട്ടിൽ. പക്ഷെ ചെലവ് നിന്റെ വക. നിന്റെ വീടാ? എൻ്റെ വീടെന്ന് വെച്ചാൽ എന്നെ വിൽക്കാൻ ഏൽപ്പിച്ചേക്കണ വീട്. ഓറാക്കല്ലേ? എടാ എടാ, ഇപ്പൊ ആ സ്ഥലം എനിക്കറിയാടാ. എനിക്കറിയ സ്ഥലം. എനിക്കറിയില്ല കേട്ടോ. ഇവരെന്നിടിക്കും. അല്ല, ഈ സാത്യ ഇവന്റ് മാനേജ്മെന്റ് ഇത് തന്നെയല്ലേ? അതെ, ഇത് തന്നെയാണ്. ഇവിടുന്നാണല്ലോ ആ കുട്ടി പാടിയിരിക്കുന്നത്. ഏടോ, ഇതൊരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയാണ്, അല്ലാണ്ട് സ്റ്റുഡിയോ ഒന്നുമല്ല. അല്ല, ഈ ലോഗോ നിങ്ങളുടെ അല്ലേ? അതെ, ഈ ലോഗോ ഞങ്ങളുടെ തന്നെയാണ്. പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ മാത്രമല്ലല്ലോ ബ്രാഞ്ച്. ചെന്നൈ, മൈസൂർ, ചിറാപുഞ്ചി, ഇവിടെയൊക്കെ ബ്രാഞ്ച് ഉണ്ട്. അവിടെയൊക്കെ മലയാളികളും ഉണ്ട്. ഓക്കെ. പിന്നെ ഇതെന്താ ട്രാവൽസാ? ആ കേസ് നടക്കണ ചേട്ടാ, ആളെ വിളിച്ചു സംസാരിക്കാൻ. ഇനി ഇവ എന്ത് കിടക്കുന്നു ഒരു പിടി. പോണു. അതാണോ? അപ്പൊ അവൻ വാ, വാടാ. ചിറാപ്പുഞ്ചിന് നിന്റെ ബ്രാഞ്ചിന്റെ അഡ്രസ് പറടാ. എന്നൊന്നും ചില സാർമാരെ, അവൾ ഈ ഓഫീസിൽ തന്നെ വർക്ക് ചെയ്യണതാ. പിന്നെ നീ എന്തിനാടാ കള്ളം പറഞ്ഞു? അല്ല, ഇനി പറഞ്ഞു. അതെനിക്ക് അവളോട് ചെറിയൊരു പ്രണയം. ആയിക്കോട്ടെ, ആയിക്കോട്ടെ. ഒന്നുമില്ല സാറേ, ഇവരൊരു ഇവന്റ് ബുക്ക് ചെയ്യാൻ വന്നതാ. ഓക്കെ, താങ്ക് യു.
ഈവന്റ് അവർ ബുക്ക് ചെയ്തല്ലോ അല്ലേ? ഓ ബുക്ക് ചെയ്തു സാർ. ഗുഡ്. അഞ്ജന, വയസ്സ് 21, അച്ഛൻ വാസുദേവൻ, റിട്ടയർഡ് ഹെഡ് കോൺസ്റ്റബിൾ. അമ്മ ജാനകി, ഹൗസ് വൈഫ്. അനിയൻ ശ്രീകുട്ടൻ. മൊബൈൽ നമ്പർ 9895701929. 3 ദിവസം എവിടെ നടക്കുന്നു, ഒരു കാര്യമില്ല. വിളിച്ചിട്ട് എടുക്കുന്നുമില്ല. ഒരു വഴിയുണ്ട്. എന്താണ്? എന്നാ വയലേക്ക് ഇരിക്കും, നീ ഇരിക്കും. ഡയറക്ടറോ? ഡയറക്ടറോയാ? അച്ഛാ, ഇത് തന്നെ വീട്. ഇറങ്ങിക്കും. ഒരു മിനിറ്റ് നോക്കട്ടെ. കണ്ട ആളവിടെ തന്നെ ഉണ്ട്. വാ കയറുക. നമസ്കാരം. നമസ്കാരം. എന്താ അച്ഛാ വിശേഷം? ഗുജറാത്തില് വീണ്ടും കലാപം, 22 പേര് കൊല്ലപ്പെട്ടു. വീണ്ടും? അതല്ല ഇവിടെ എന്താ വിശേഷം? ഇവിടെ എല്ലാവർക്കും സുഖം. എന്നാ നമുക്ക് അകത്തോട്ട് സംസാരിക്കാം. ആയിക്കോട്ടെ. ഇതൊക്കെ എന്ത്? അച്ഛനകത്ത് വന്ന് അനുഗ്രഹിക്കണം. അകത്ത് വന്ന്. ഹലോ, ഇരിക്കേ. അച്ഛൻ വന്നിട്ട് ഇരിക്കട. അച്ഛൻ പോലും ഇരിക്കൂ. താങ്ക് യു. കണ്ട ആൻസറിന്റെ കണ്ട. എനിക്കങ്ങോട്ട് മനസ്സിലായില്ല. കിൻഡർ ജോയ്. കിൻഡർ ജോയ്. കിൻഡർ ജോയ്. ഓ, കിൻഡർ ജോയ്. എന്ത് കിൻഡർ ജോയ്? പോടാ, പരീക്ഷയില്ല നാളെ. ഈ സാധനത്തിനെ കല്യാണം കഴിഞ്ഞ ഉടനെ വിഷം വെച്ച് തോന്നണം. അല്ല ശ്രീകുട്ട, കിൻഡറും ജോയും ഞങ്ങളുടെ പേരാ. വെറുതെ ആളെ കൊതിപ്പിച്ചു. വേഗം ചെന്നോടാ, ഇക്കൊല്ലം തോക്കാനുള്ളല്ലേ. പോ. അല്ല, വന്ന കാര്യം എനിക്കങ്ങട്. ഓക്കെ, കം ടു ദ പോയിന്റ്. ഓ സോറി. എനിക്ക് വളച്ചൊടിച്ച് പറയാൻ അറിയില്ല. എനിക്കും. ഞാൻ വളരെ സ്ട്രെയിറ്റ് ആണ്. ഇവൻ അച്ഛൻ്റെ മോളെ ഭയങ്കര ഇഷ്ടമാണ് അല്ലടാ. എത്രയും പെട്ടെന്ന് ഇവരെ കല്യാണം നമുക്ക് നടത്തി കൊടുക്കാം. നല്ല പയ്യനാച്ചാ. എനിക്ക് 5-6 ദിവസത്തെ പരിചയമുണ്ട്. ധാരാളം. അപ്പൊ എന്ന് നമുക്ക് നടത്തി കൊടുക്കാൻ പറ്റും? ഇന്ന് തന്നെ വേണോ? അയ്യോ, ഇന്ന് നടത്തല്ലേ വാസുവേട്ടാ? ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് അയൽക്കൂട്ടത്തിന്റെ മീറ്റിംഗ് ഉണ്ടെന്ന്. അയൽക്കൂട്ടത്തിലെ മീറ്റിംഗ് ഇന്ന് തന്നെ ഫിക്സ്. നിന്റെ അടുത്ത് ആരെങ്കിലും പറഞ്ഞായിരുന്നു? അച്ഛാ, ഇന്ന് തന്നെ വേണ്ട. ഇന്ന് വേണ്ടല്ലേ? ഇന്ന് വേണ്ടെന്ന്. സ്വീറ്റ് മമ്മിയിലെ അയൽക്കൂട്ടത്തിലെ മീറ്റിംഗ് ഇന്ന് ഫിക്സ് ചെയ്തു. അതുകൊണ്ടാ, വേറെ ഒന്നും വിചാരിക്കരുത്. അല്ല, അത് കുഴപ്പമില്ല. നിങ്ങളുടെ ഈ സ്മാർട്ട്നെസ്, ഈ ചങ്കൂറ്റം എനിക്കിഷ്ടമായി. നേരിട്ട് ഒന്ന് പെണ്ണു വയ്ക്കാൻ പറ്റുന്ന ആ ഒരു ബ്രേവറി ഉണ്ടല്ലോ, അതിനെ ഞാൻ അഭിനന്ദിക്കുന്നു. താങ്ക് യു മമ്മി. ഇനി ഞാൻ കം ടു ദ പോയിന്റ്. ഈ ജാതിയും മതമൊന്നും ഞങ്ങൾക്ക് പ്രശ്നമേ അല്ല. അല്ല, പയ്യന്റെ സ്വഭാവവും സാമ്പത്തിക സ്ഥിതിയും ഒക്കെ ഞങ്ങളോടൊന്ന് അറിയണ്ടേ? അതെ, ഈ സാമ്പത്തിക ചുറ്റുപാടും സ്വഭാവവും ഞങ്ങൾക്കൊരു പ്രശ്നമാണ്. അതിനല്ലേ ലിവിങ് ടുഗെദർ എന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും ഒരു ഫ്ലാറ്റ് 2 മാസം ഒരുമിച്ച് താമസിക്കട്ടെ. എന്നിട്ട് ഇവരുടെ സ്വഭാവത്തിന് കുഴപ്പം തോന്നിക്കഴിഞ്ഞാൽ ഇവർ എന്നെ വേണ്ടെന്ന് വെക്കട്ടെ. അല്ലേ കറക്റ്റല്ലേ അമ്മേ? അതെ, കറക്റ്റാ. അതെ, എൻ്റെ ഫ്രണ്ടിന്റെ ഫ്ലാറ്റ് വൈറ്റിലെ കിടപ്പുണ്ട്. അതിൽ ഒരെണ്ണം AC ആണ്. ആണെങ്കിൽ ഞാൻ PC ആണ്. എവിടെ ഫ്ലാറ്റ് ഉണ്ടെന്നാ പറഞ്ഞേ? ബാക്കി നമ്മ കൊടുത്തോളാം. വാടങ്ങോട്ട് വേലയും കുലിയിലെത്തും വരെ പെണ്ണ് കാണാൻ വന്നിരിക്കുന്നു. പോയി 10 കാശ് ഉണ്ടാക്കിട്ടോടാ. ഇതാണല്ലോ നിന്റെ ഡയറക്റ്റ് ത്രോ. വെറുതെ അല്ല, വീടിന്റെ ബാക്കിലാണ് പോലീസ് സ്റ്റേഷനിലേക്കുള്ള ത്രോ ആയി. സാറേ, ഞാൻ വന്നോളാം. നടക്കടാ അങ്ങോട്ട്. ആ മൂലയ്ക്ക് മാറിയേക്ക്. നീ എന്താണ് കാണിക്കണം? ഇതൊക്കെ ഇവിടുത്തെ പതിവാ. ഇല്ലേ തന്തയ്ക്ക് വിളി കേൾക്കും. പിന്നെ ഷർട്ട് എന്റെ തന്തോന്നൂരോടാ. ഞാൻ പറഞ്ഞില്ലേ ഒരിക്കൽ മതിയാ. നീയൊക്കെ ആത്മഹത്യ ചെയ്യാൻ നോക്കടാ. എന്റെ സ്ഥാനത്ത് സാറാണെങ്കിലും ചെയ്തു സാറേ. പിന്നെ നീ എന്താടാ വിഷം കഴിക്കായിരുന്നേ? സാറേ, ചാവാൻ വേണ്ടി എല്ലാ സെറ്റപ്പാട് റൂമിൽ കയറിയത് സാറേ. വിത്ത് വിഷവും. വിഷത്തിന്റെ എക്സ്പിരി ഡേറ്റ് കഴിഞ്ഞിരുന്നു സാറേ.
എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ സാർ ഞാൻ കഴിക്കൂല സാറേ. ഇനി അത് കഴിച്ച് ചാവാണ്ട് വയറിളകി ആശുപത്രി കിടക്കാൻ എന്നെ കൊണ്ട് പറ്റൂല സാറേ. സാറാണ് ഈ കഴിക്കോ? അതേടാ കഴിക്കാടാ. സാർ ഞാൻ ഈ എക്സ്പയറി ഡേറ്റ് ഒക്കെ മേടിച്ചോളാം സാറേ. കുടിക്കാൻ കുറച്ച് വെള്ളം. നൈസ് ബോഡി. അയ്യോ എന്താ പേര്? ജോയി. നമ്മുടെ കാല. ഒരു കാലയാ. റേറ്റ് 5. 3 നടക്കും. ഇത് പോലീസ് സ്റ്റേഷനാ. ഇവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുവരാം. അല്ല അതിനല്ല കേട്ടാ സാറേ. ഓ സാറ് വിളിക്കുന്നു. വാ പോയിട്ട് വരാം. പോലെ വാ വാ. ഉണ്ട് വാ. സാറേ അടിവേറ്റിലിടിക്കരുത്. അതെന്താടാ? അത് പിന്നെ രാവിലെ കക്കൂസി പോലും പോകണ്ട സാറേ. ഇവനോട് ഈ പരിപാടിക്ക് അറിഞ്ഞിരിച്ച് ഇത് നീ സമയം കിട്ടുമ്പോ അവന് കൊടുത്താ മതി. രണ്ടിനെയും പരിസരത്ത് കൊണ്ടുപോകരുത്. അവന്റെ ഒരു പ്രണയം വന്ന വഴിക്ക് തന്നെ പോയിക്കോണം. കേട്ടോടാ? ആള് പറഞ്ഞിട്ട് തല്ലാണോ നിൽക്കണ്ട തന്നെ. പിന്നെ നിന്നെ തല്ലിട്ട് വേണം കോടാലിനെ വിട്ടുള്ള. അമ്മ അയൽക്കൂട്ടത്തിന് പോയിട്ടുണ്ടാവോ? ഇല്ലടാ തൊഴിലുറപ്പിനെ പോയേക്കണേ. വാ എവിടെ ഉണ്ടല്ലോ. പോടാ പറഞ്ഞു. എസ് ഐ വന്ന വഴിക്ക് വിട്ടോളാനാ പറഞ്ഞത്. നിന്റെ ചങ്കുര സമ്മതിച്ചവനെ അങ്ങനെ അതും ചീറ്റിയല്ലേ. എന്നിട്ട് അവളെ മറന്നാ? എവിടുന്ന്? അവളെ കിട്ടണമെങ്കിൽ കൈ കാശ് വേണമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. പിന്നെ കാശുണ്ടാക്കാനുള്ളൊരു നെട്ടോട്ടമായിരുന്നു. അങ്ങനെയാണല്ലോ ആ സാം ക്രിസ്റ്റി പറഞ്ഞ ഗ്രൗണ്ടിൽ പോയി അടി വാങ്ങിയത്. അയാള് പിന്നെയും ഞങ്ങളെ വിളിച്ചു. അയാളിപ്പോ എങ്ങാനും വരുമോ? ഇപ്പൊ വരും. ആ പെണ്ണും കൂടിയുണ്ട്. ഏത് പെണ്ണ്? നീയുമായിട്ട് മനസ്സൊന്നും കഴിഞ്ഞാൽ പെണ്ണോ? നന്നായി. ഇവിടെ ഒന്ന് വിളിച്ചു നോക്കണേ. ആ സാറേ പെട്ടെന്ന് തിരിച്ചു വിളിക്കും. എൻ്റെ കയ്യിൽ ബാലൻസ് ഇല്ല. ഇതൊക്കെ മതി. കണ്ട വിളിക്കും. ആ സാറേ എന്തായി? ഞങ്ങളിതവിടെ കുറെ നേരമായി പോസ്റ്റ് ആയി നിൽക്കുക. ആ പുറ നടക്കാറില്ല, ഒപ്പം നടക്കാനാണ് ഇഷ്ടം. ഓരോ ദിവസം ഓരോ പെണ്ണുങ്ങളാ. സമ്മതിക്കണം. അടിപൊളില്ലേ? അയ്യോ അയ്യോ നിനക്ക് മനസ്സിലാടാ. ഇപ്പൊ പരിചയപ്പെടണം. പിന്നെ പരിചയപ്പെട്ടാ പോരെ? പിന്നെ പരിചയപ്പെടേ. ഇപ്പൊ പറയണം. ഞാൻ കുണ്ടല്ല, ഞാൻ കുണ്ടെന്നല്ല. ഞാൻ കിണ്ടനെ കാണുമെന്ന് പറഞ്ഞത് ഇവളുടെ കാര്യം സംസാരിക്കാന്. ഇനിയിപ്പോ ഇവിടെ കെട്ടണം കൂടിയായിരിക്കും. ഐ എം സോറി സാർ, എനിക്കതിന് പറ്റില്ല. കല്യാണം കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റം. എന്തൊരു ഈ ഐറ്റത്തിനൊരു കുറവ്? എടീന്ന് വിളിച്ചാലുണ്ടല്ലോ. മോളെ കൂൾ ഡൗൺ. ഇവള് സ്നേഹിക്കുന്നൊരു പയ്യനുണ്ടല്ലോ രാഹുൽ, അവൻ മിസ്സിങ്ങാ. അവൻ എന്തോ സംഭവിച്ചു എന്നാ ഇവള് പറയുന്നത്. ഇതിൽ കൂടുതൽ എന്ത് സംഭവിക്കും? മനസ്സമ്മതത്തിന്റെ തലേന്ന് വരെ ഒരു ഫോണിൽ സംസാരിച്ചതാ. പിന്നെ ഫോൺ സ്വിച്ച് ഓഫാ. എങ്ങനെ സ്വിച്ച് ഓഫ് ആക്കാതിരിക്കും സാറേ? ഇതല്ലേ മുതലേ. മൈൻഡ് യുവർ വേർഡ്സ്. എന്റെ മോളെ നീ ഒന്ന് അടങ്ങ്. ഞങ്ങൾ അവന്റെ ഓഫീസിലും താമസിക്കുന്ന സ്ഥലത്തും അന്വേഷിച്ചു. അവൻ നാട്ടിൽ പോയിരിക്കുന്നെന്നാ അറിഞ്ഞത്. പിന്നെ അവന്റെ അഡ്രസ് കയ്യിലുണ്ട്. എന്നാ പിന്നെ അവൻ അവിടെ പോയി പൊക്കിയ മതിയില്ല സാറേ. ഇതൊക്കെ ചീറ്റിംഗ് ആണ്, ഒരു സംശയവുമില്ല. എക്സ്ക്യൂസ് മീ, എന്റെ രാഹുൽ അത്തരക്കാരനല്ല. അവനെന്തോ സംഭവിച്ചിട്ടുണ്ട്. അല്ലാതെ അവൻ എന്നോട് പറയാതെ എവിടെയും പോകില്ല. മോളെ കൂൾ ഡൗൺ. ഇല്ല കൂൾ ഡൗൺ മോളെ. അവനെന്തോ പറ്റിയിട്ടുണ്ട്. അവന്റെ നാട് വരെ പോവാൻ കിൻഡർ ഇവളെ ഒന്ന് സഹായിക്കണം. അത് ഞാനെന്ത് സഹായിക്കാനാ? എനിക്ക് പോവാൻ കഴിയത്തില്ല. നാളത്തെ മോർണിംഗ് ഫ്ലൈറ്റിന് ഞാൻ സിംഗപ്പൂരിൽ പോകും. ചേട്ടായി വരുന്ന മുമ്പേ ഇതെല്ലാം ഒന്ന് കലങ്ങി തെളിയണം. ഇവളുടെ കൂടെ? അതെ. ഞാൻ എവിടെയോ എന്റെ വീട്? നാസിക്കില. അത് ആലപ്പുഴയല്ലേ? അത് ആലപ്പുഴയല്ല, നാസിക്ക് മഹാരാഷ്ട്രയല്ല. മഹാരാഷ്ട്രയിലാ? മഹാരാഷ്ട്രക്ക് എന്റെ പട്ടി പോവും. അത് ഇവളുടെ കൂടെ. ഇയാളൊന്നും ശരിയാവില്ലേപ്പാ. വന്നേ നമുക്ക് പോവാം. മോളിരിക്കേ, ഞാൻ പറയുന്നേക്ക് ഇരിക്കേ. പിന്നെ അനിയ, പൈസ എത്ര വേണേലും ഞാൻ തരാം. അങ്ങനെയാണെങ്കിലേ എനിക്കൊരു
2 ലക്ഷം രൂപ നീ 2 ലക്ഷം ഇച്ചിരി കൂടുതലല്ലേ കിണ്ടറേ? പിന്നെ ഞാനൊരു 50,000 രൂപ തരാം. 50,000 രൂപയാ? എന്റെ പട്ടി പോകും എന്നല്ലേ അടുത്ത ഡയലോഗ്? രൂപ ഞാൻ തരാം. എളേപ്പ അഡ്വാൻസ് കൊടുക്ക്. പോന്നോട്ടെ. ക്യാഷ് അല്ലേ? 50,000 രൂപയുണ്ട്. ഇപ്പൊ എന്റെ ഫോട്ടോ എന്തെങ്കിലും കയ്യിലുണ്ടോ? ഫോട്ടോയൊന്നും കയ്യിലില്ല. അങ്ങനെ ഫോട്ടോസ് ഒന്നും കൊണ്ട് നടക്കുന്ന ആളല്ല. അതൊക്കെ പിന്നെ വലിയ പ്രശ്നങ്ങളാവും. അറിയാവല്ലോ. അറിയാം. ഹലോ, പറയ്. അതെ, ഫോട്ടോയൊക്കെ കയ്യിലുണ്ട്. പിന്നെ പുറത്താരേലും കണ്ട പ്രശ്നവും. ഞങ്ങൾ ഒരുമിച്ചുള്ള ഫോട്ടോസാ. ഞങ്ങൾ ഒരുമിച്ചുള്ള ഫോട്ടോസാണ്. ഫോട്ടോ ഒന്നും കാണണ്ട. ഫോട്ടോ കണ്ടാലും അവിടെ വരെ പോണ്ടേ? കാശ് കറക്റ്റ് ആയിട്ട് കിട്ടണം. അതിലും മുടക്ക് വരുത്തരുത്. തരോന്നല്ലേ പറഞ്ഞേ? പിന്നെ എന്റെ മകൻ മിൽട്ടൺ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഓക്കെ. മനസ്സമ്മതത്തിന് അവൻ വളരെ തിരക്കിലായിരുന്നു. അവനെ കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. എങ്കിലും എന്റെ ഒരു വിശ്വാസം അത് വേണം. വടകൂടിയല്ല പോണം. അല്ല, മിൽട്ടൺ ചേട്ടന് ലീവ് കിട്ടോ? പിന്നല്ലാതെ അത് നിനക്കറിഞ്ഞൂടെ? വാ, നമുക്കൊരു കോഫി കഴിച്ചിട്ടിരിക്കാം. ഇവിടെ കിട്ടല്ലോ കാപ്പി? ഏയ്, അവന് കാപ്പി ചിഹ്നം തന്നെ വേണം. ആ കാര്യത്തിൽ അവൻ ഭയങ്കര വാശിക്കാരനാ. കർണൻ, നെപ്പോളിയൻ, ഭഗത് സിംഗ്. കർണൻ, നെപ്പോളിയൻ, ഭഗത് സിംഗ്, ഇവർ 3 പേരുമാണ് എന്റെ ഹീറോസ്. യു സീ ദി ഐറണി, ഡോണ്ട് യു? 3 പേരും തോറ്റുപോയവരാണ്. അതുകൊണ്ട് പൊരുതി തോറ്റാലങ്ങ് പോട്ടെന്ന് വെക്കും ഞാൻ. പക്ഷെ കളിക്കുന്നത് എപ്പോഴും ജയിക്കാൻ വേണ്ടി മാത്രമായിരിക്കും. ഐ ഓൾവേസ് പ്ലേ ടു വിൻ. എങ്ങനെയുണ്ട്? അയ്യോ, അതേപോലെ തെറ്റാണ്ട് ഭംഗിയായിട്ട് പറഞ്ഞേ കേക്കട്ടെ. കർണൻ, നെപ്പോളിയൻ, മൻമോഹൻ സിംഗ് അല്ലേ? മൻമോഹൻ സിംഗ് നല്ല കുഞ്ചാക്ക ബോബൻ. സാറെ കുറച്ച് സിമ്പിൾ ഡയലോഗായിട്ട് സാറേ. സിമ്പിള് അല്ലേ? സിമ്പിൾ അരാട്ടാ. സിമ്പിള് എങ്ങനെയുണ്ട്? സിമ്പിള് സാറേ, മാല മോഷിച്ചോണ്ട് ഓടാൻ നിൽക്കാനാ. മിൽട്ടാ, കാണുന്നതിന് ഇഷ്ടമല്ല. എന്ത്? ഇവിടെ ഒരു 8 മല വീട്ടെടുക്കി ശേഷം മുഴുവൻ നിന്നെ കൊണ്ട് ക്ലീൻ ചെയ്യിപ്പിക്കോടാ. നീ ഇതിനു മുമ്പ് എത്ര മാല മോഷിച്ചിട്ടുണ്ടടാ? പിന്നെ ഇവനെ എത്രയും പെട്ടെന്നൊന്ന് അപ്പിടിപ്പിക്കണം, അല്ലെങ്കിലേ ഇവിടെ മൊത്തം വൃത്തികേടാക്കും. മലമൈത്തിനേഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്കൊന്നും അറിഞ്ഞൂടെന്നാണ് പറയണത് സാറേ. മറാത്തി ഭാഷയാണ് പറയണത്. ഒരു ഭാഷാ പണ്ഡിത്. ഇങ്ങോട്ട് വാടാ, ഇങ്ങോട്ട് വാ. സാറേ, കണ്ണൻ. കർണൻ ആരാണ്? നിന്റെ അച്ഛനാ? ഭഗത് സിംഗ്. അപ്പൊ നെപ്പോളിയനോ? നെപ്പോളിയൻ അല്ല സാറേ. SI കർണൻ സ്പീക്കിംഗ്. ഓക്കെ, ഇപ്പോഴെത്താം. കോൺസ്റ്റബിൾസ് സാർ, ആഡ് ആന്റണി ടൗണിലെ ഹോട്ടലിലുണ്ട്. പെട്ടെന്ന് പോണം. കുന്തവും കൊടച്ചക്രവും തോക്കും സകല പണ്ടാരെടുത്തോ. നിങ്ങളൊക്കെ പോയിട്ടോ. വാ, ഞാൻ എടുക്കാം. എന്താടാ നോക്കിക്കുന്നത്? പോയിട്ടോ. സാർ തോക്ക്, സാർ തോക്ക്, തോക്കുണ്ടല്ലേ സാർ? സാർ എന്താണ്? ഉണ്ടുണ്ടായിരുന്നില്ലേ തോക്കിൽ? കർണൻ, നെപ്പോളിയൻ, ഭഗത് സിംഗ്, ഇവർ 3 പേരുമാണ് എന്റെ ഹീറോസ്. യു സീ ദി ഐറണി, ഡോണ്ട് യു? 3 പേരും തോറ്റുപോയവരാണ്. അതുകൊണ്ട് പൊരുതി തോറ്റാലങ്ങ് പോട്ടെന്ന് വെക്കും ഞാൻ. പക്ഷെ കളിക്കുന്നത് എപ്പോഴും ജയിക്കാൻ വേണ്ടി മാത്രമായിരിക്കും. ഐ ഓൾവേസ് പ്ലേ ടു വിൻ. കിട്ടി.
പപ്പ കിട്ടി. ഞാൻ പറഞ്ഞില്ലേ ഇവനിത് കൊണ്ടുവരുമെന്ന്. എടി സോറിട്ടാ, അന്ന് ഭയങ്കര തിരക്കായിരുന്നു, കുറേ കള്ളന്മാരുണ്ടായിരുന്നു, എന്താണെന്നറിയില്ല. എന്നാ മോനെ ഈ ജ്യൂസ് കുടി. ജ്യൂസാ? എനിക്ക് ക്യാപ്പച്ചിനോ പറയട്ടെ പപ്പ? ശരി പറഞ്ഞോ. ആരോടുള്ള ഒരു ക്യാപ്പച്ചിനോ എടുത്തേ. ഏതാണവൻ? ഇവനാണോ നിന്റെ കാമുകൻ? ഇവനാണ് കാമുകൻ. എന്താണ് നിന്റെ പേര്? കിൻഡർ. എന്ത് വണ്ടറാ? കിൻഡർ. ഒച്ച പറയണം. കിൻഡർ. അതൊക്കെ പിന്നെ പറയാം, നീ ഇത് കുടിക്കേ. അവിടെ മതി, ഇത്തിരി മാറ്റി. ആ കോഴി വന്നോളൂ. അയ്യോ അമ്മ, നിലവിളിയുടെ വേരിയേഷൻ അനുസരിച്ച് നട്ടലിന്റെ പടിഞ്ഞാറ് വശത്ത് ക്ഷതം വ്യക്തം. തല്ലിയതല്ല, ചവിട്ടിയതാ. അതും ബൂട്ടിട്ട കാലുകൊണ്ട്. ചവിട്ടിയതാ രാണ്ടവനോ അത് സൈഡ് ചെയ്യോ? എണ്ണ ഒഴിക്കടാ. ഇത് എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. സ്വാമിയേ സെൽഫി. എടുത്തോ എടുത്തോ. അങ്ങനെ ഇപ്പൊ ശരിയാക്കി തരാം. പിടിച്ചോ. നിന്റെ നെട്ടല് ഇപ്പൊ ഞാൻ ശരിയാക്കി തരാടാ. നീ ആ കൂളിംഗ് ഗ്ലാസ് വരുന്നുണ്ടോ? എപ്പോഴൊക്കെ അത് വെച്ചിട്ടുണ്ടോ അപ്പൊ ഒക്കെ നല്ല ഇടിയും കിട്ടിയിട്ടുണ്ട്. നിന്റെ അപ്പനെ നാട്ടുകാരല്ലേ കൊന്നല്ലേ? അങ്ങനെ നിന്റെ പുകയും കൂടി കണ്ടിട്ട് അടങ്ങൂട. ജോയി ചത്തട്ടില്ലടാ. നിന്നെ ഈ സിറ്റിയിൽ എല്ലാ ഹോസ്പിറ്റലും അരിച്ചു പറക്കി, കൈയും കാലും ഒടിഞ്ഞു കൊടുക്കുന്ന എല്ലാ രോഗികളെയും പോയി കണ്ടു. പിന്നെ നിന്നെ ഫോണിൽ വിളിച്ചിട്ടും കിട്ടണില്ലേ? ഇങ്ങനെ ചാവാൻ കിടക്കുന്ന ആള് എങ്ങനെ ഫോൺ എടുക്കാനാടോ? ഇതേതാ ഈ സാധനം? ഞാൻ മിൽട്ടൺ, പോലീസിലാ. SIയുടെ കീ ഹോളിൽ വെടിവെച്ചതിന് സസ്പെൻഷൻ ഇല്ല. ഭയങ്കര ഒന്നും എനിക്ക്. ഞങ്ങളൊന്നും നാസിക്ക് വരെ പോവാ, നിന്നെ കണ്ട് യാത്ര പറയാൻ വേണ്ടി വന്നതാ. ഒന്ന് പോയി തരും. എന്ന് നീ എൻ്റെ അടുത്ത് വന്നു അന്ന് തുടങ്ങിയത് എനിക്ക് പൊങ്കാല. നിന്നെ കാണണം തോന്നുമ്പോ ഞാൻ അവിടെ വന്ന് കണ്ടോളാം. ഒരു കൂടപ്പറപ്പ് പറഞ്ഞ പോലെ വിചാരിച്ചാ മതി. അയ്യോ പാവം. അതെ, ഈ കൈയും കാലും ഓടിയാൻ നേരത്ത് മനസ്സിലാപ്പുണ്ടായ വികാരം എന്താ? എന്നാന്ന്? ഈ കൈകാലോടിയൂല അപ്പോൾ വികാരം വികാരത്തിന് വരുന്നുണ്ട്. ഉണ്ടാ? ഇഷ അങ്ങോട്ട് തന്നാലോ? എന്നാ 2 പെഗ് വെച്ചെടുത്തോ? പെഗില്ല. ഹലോ, നീ ഇത്ര നേരം എവിടെ പോയി കിടക്കാരുതരാ? എടാ നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞോടാ ഞാൻ തുടിവൊക്കെ പാലത്തിൽ അവിടെ ഇവനോടൊക്കെ എത്ര പ്രാവശ്യം പറഞ്ഞാലും മനസ്സിലാവില്ല. എടാ അവനെ തിരിച്ചെടുത്തടാ. ഇതെന്തൊരു നാറ്റാണിത്. ജോയ പോയിട്ട് വരാം. വേണമെന്നില്ല, ഒന്ന് പോയി തരോ മിൽട്ടൺ ചേട്ടാ? എന്നെയാണോ? ജോയിയെ കാണാവുന്നവരാരും അങ്ങനെ വെറും കൈയോടെ പോയിട്ടില്ല. എനിക്ക് ആദ്യമായിട്ട് ഒരു ഗിഫ്റ്റ് കിട്ടുന്ന. വാ വരട്ടെ? പോയിട്ട് വരാം. വരട്ടെ? എല്ലാം പേതൗട്ടാ. കുളിക്കിട്ടടക്ക്. നിർത്തിയ എന്താണ്? അതവിടെ പോയി ക്ലാസ്.
ബ്രേക്ക് ഉണ്ടായിരുന്നില്ലേ വണ്ടിക്ക്? ഓ സ്ഥലം പറമ്പും ആകാശം. ഇവിടെയൊക്കെ ചേട്ടാ വളക്കാൻ പോയതാണോ? ഹലോ ഹലോ, ഞങ്ങളുണ്ട്. ഹലോ, ഇതാണോ അഡ്രസ്? ആ പോട്ടെ, പൈസ ഒന്നും കൊടുത്തിട്ടില്ലല്ലോ. ആ ശരിയാണല്ലോ, അഡ്രസ് ഇതാണോ? ആ ഇതിപ്പോ എങ്ങനെ പോവും? ലിഫ്റ്റ് വെച്ചാൽ ഒരു വണ്ടി വരുന്നുണ്ട്. ആ റോഡിലോട്ട് വാ. मला माहिती नाही सर. ആ വരവിലൊരു പന്തികേടുണ്ടല്ലോ. ഉണ്ടോ? എന്റെ ബാഗിൽ ക്യാഷ് ഉണ്ട്. ഞാനിവിടെ നിന്നോളാം. പാൻ മസാലൊക്കെ നിർത്തിയിരിക്കണ കേട്ടാ ഗവൺമെന്റ്. ഞാനിവിടെ ഉണ്ട്. देवाची तुम्हाला इथं पोहोचवला. ഇവിടെ ഇപ്പൊ മഴ പെയ്യുന്നാണോ പറഞ്ഞ? കേട്ടിട്ട് അല്ല സോറി മറാത്തിയാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നി മലയാളം അല്ലാത്തോണ്ട്. നീ പോലീസാണെന്ന് പറ. അതവനറിയാലോ. അല്ല, എന്നെ കണ്ടാ മനസ്സിലാവില്ല ഞാൻ പോലീസാണെന്ന്. ലുക്ക് കണ്ട മീശ. तुमच्या मारमूळ सुजायसाठी मी माझ्या गावात मालेसाठी आलेलो आहे. ഏതാണ് ഈ പ്രാതലി പറയണത്? നിങ്ങളായിട്ട് എന്തെങ്കിലും കണക്ഷൻ? മാത്താടി മലയാളി മോളെ നമ്മൾ നാട്ടിൽ വന്നിട്ട് നീയൊക്കെ പറമ്പിന്റെ അവിടെ വന്നിട്ട് ആഹാ എന്റെ മുമ്പിൽ പോയിക്കോ. ഓടിക്കോടി എടി, പയ്യ ഓടിക്കോ. വേണ്ട, ഒന്നും ചെയ്യണ്ടവനെ. എന്റെ ബാഗ് പൊട്ടോ. എടാ എന്നെ പൊക്കരുത്. ഇവിടെ കളിക്കേ. അതന്നെ ചാടി വീഴണ്, ചാഞ്ഞു നോക്കണ്, ചോട് വെക്കണ്, നേര് നോക്കണ്, ശങ്കിനുള്ളിൽ വാശി മൂക്കണ്, വാളെടുക്കണ്, വീശി നോക്കണ്. Come on, come to me. ആടാ റെഡിയായ. ചാടി വീഴണ്, ചാഞ്ഞു നോക്കണ്, ചോട് വെക്കണ്, നേര് നോക്കണ്, ശങ്കിനുള്ളിൽ വാശി മൂക്കണ്, വാളെടുക്കണ്, വീശി നോക്കണ്. വാടാ ധൈര്യമുണ്ടെങ്കിൽ വാടാ. സത്യം പറയടി, രാഹുലാരാ? ഞാൻ പറഞ്ഞാണല്ലോ. പറഞ്ഞ പോലെ ഒന്നല്ലോ ഇവിടെ നടക്കണത്. എനിക്ക് എന്തായാലും ഒരു ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരും. ഇവിടെ പല്ല് വെച്ച് കടിച്ചിട്ട് നോക്കി. പിന്നാലെ ഉണ്ടെന്ന് തോന്നണ. എവിടെ? എന്റെ പൊന്ന് വല്ല മൃഗങ്ങളുണ്ടാവോ? ഞാൻ തോക്കെടുത്തിട്ടില്ല. ആ പോടാ പാടുന്നു. അതെ, എനിക്ക് നല്ല പേടിയാവണുണ്ട്. പേടി മാങ്ങാത്തൊലി. അവളുടെ മറ്റടുത്തൊരു പ്രേമം.
നിനക്ക് കൊച്ചിയിലുള്ള ഏതെങ്കിലും അലവലാദിനെ കയറി പ്രേമിക്കായിരുന്നല്ലേ ചൂലേ? ഡോ ചൂലയെ കോലെന്നൊന്നും വിളിക്കാൻ നിൽക്കരുത്. നല്ലപോലെ പൈസ എന്നെ വാങ്ങിയിട്ടില്ലേ താൻ ഈ പണിക്കിറങ്ങിയത്? പൈസ കൊടുത്തിട്ടാണ് ഈ സാധനത്തിനെ കൊണ്ടുവന്ന. പിന്നല്ലാണ്ട്. കഷ്ടം. ഹലോ ഹലോ, രണ്ടുപേരും കേൾക്കാൻ വേണ്ടി പറയാ. ആ വേട്ടാവളെന്നെ കണ്ടുപിടിച്ചു തരാന്നേ കരാറിലുള്ളൂ. ഈ ഓട്ടത്തിനും ഫൈറ്റിനും എക്സ്ട്രാ പേ ചെയ്യണം. എല്ലാം തരാം. ഒന്നും മിണ്ടാണ്ടിരിക്കാവോ? ഇവിടുന്ന് എങ്ങനെയെങ്കിലും പുറത്തോട്ട് ഇറങ്ങാനുള്ള വഴി നോക്കാം. ബി സീരിയസ്. ഹലോ, നീങ്ങി നിക്കണോ? ഡോ പോവല്ലേ. ഞാൻ പോലീസാണ്, അത് മറക്കാൻ നിൽക്കണ്ട. പോലീസിനെ ഞാൻ കണ്ടത്രയും നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. പോലീസ് നമുക്കറിയുള്ളൂ പോലീസ് എത്ര പാവണെന്ന്. ഇതിലെ പണ്ട് വെള്ളം ഒഴുകിയിട്ടുണ്ടോ, കണ്ടറിയാം അല്ലേ? ലാത്തിയെങ്കിലും എടുക്കണ്ടായിരുന്നു, മറന്നുപോയി. ഈ കാട്ടിലെന്തായാലും മനുഷ്യന്മാരുണ്ടെന്ന് മനസ്സിലായി. ദൂരത്തന്നെ കത്തിച്ച് കൊന്നിട്ടിരിക്കണില്ലേ? ആണോ? ഇത് കണ്ടറിയ, ഇതാരോ സിഗരറ്റ് വലിച്ച് ചത്തുപോയതാണ്. നമുക്ക് പോവാ. ഇനി വല്ല ബോംബ് പൊട്ടി വലിച്ചായിരിക്കും. മിൽട്ടൺ, ഞാനും ഗാന്ധി പോലെ. അമ്മാവൻജി, ഇതിലെ കേരളത്തിലുള്ള വഴി അറിയോ? മൈത്തിനായി. ഇങ്ങനെ എവിടെങ്കിലും ഏതെങ്കിലും ഒരു വഴി എങ്ങനെങ്കിലും പോകാനുള്ള അറിയില്ല. എന്തേ? മിൽട്ടോ, ഒന്ന് വിളിക്കണോ? മിൽട്ടോ, 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 മിൽട്ടോ. ഇത് കണ്ടിട്ട് വിളിക്കണത്. മിൽട്ടോ നിക്കണം. മിൽട്ടോ, നീ ഇത് എവിടെയായിരുന്നു മിൽട്ടോ? ഞാൻ ഇവിടെ നീ കണ്ടില്ലേ? അല്ല, ഒരു മച്ചാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞു. എന്തോ പൈപ്പ് എന്തോ പൊട്ടിപ്പോയിട്ടുണ്ട്. ഇപ്പൊ വരാം, 10 മിനിറ്റ് ഇപ്പൊ വരും. ചവിട്ടി പിടിക്കാൻ പറഞ്ഞു. ഇപ്പൊ വരാന്ന് പറഞ്ഞ് ദവടം വരെ പോയിട്ടുള്ളൂ. ഇപ്പൊ വരും. ആ, ദവട എവിടെ എന്തോ ശരിയാക്കാൻ പോയതാ. ഇത് മൈനാണ്. മൈനേ? ഇത് മൈനയും കുനിയൊന്നല്ല. അയാൾ എന്തോ പൈപ്പ് പൊട്ടിട്ട് എന്തോ ശരിയാക്കാൻ പോരാന്ന് പറഞ്ഞിട്ടുണ്ട്. മൈൻ കാലെടുത്ത് അപ്പ പൊട്ടും. അമ്മാവാ പോവല്ലേ? അതില് റെഡ് വയർ നോക്കിയേ, റെഡ് വയർ കട്ട് ചെയ്യണ നോക്കിയേ. എന്തെങ്കിലും ചെയ്യ്. ഈ മൈൻ പൊട്ടി കത്തിക്കരിഞ്ഞായിരിക്കും നമ്മൾ നേരത്തെ കണ്ട അസ്ഥി കൂടെ. അയ്യോ, അപ്പൊ ഇനി എന്ത് ചെയ്യും? എന്ത് ചെയ്യാനാണ്? അസ്ഥി പറക്കി കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് വേറെ ചടങ്ങൊന്നുമില്ലല്ലോ. കരയില്ലേ മിൽട്ടോ? കരഞ്ഞല്ല, മൂക്കൊലിച്ചൊരു ജലദോഷം. നിങ്ങൾ ആരും കുറച്ച് ചവിട്ടി പിടിക്കോ? എഴുന്ന് കുറച്ചേരം ചവിട്ടിക്കോ. ആ കുണ്ട ഫാസ്റ്റ് ആയിട്ട് ഉണ്ട്. ഞാനാണെങ്കിൽ ഇത് പെട്ടെന്ന് ചെയ്താൻ ഇതൊക്കെ നോക്കി നോക്കി വെച്ചോ. മതിയോ? ഓടിക്കോ ഓടിക്കോ, മാറിക്കോ. ഇതാണ് താൻ പറഞ്ഞ മൈന് കുയിന്നൊക്കെ പറഞ്ഞ മനുഷ്യനെ പഠിപ്പിച്ച്. ഇതല്ലേ പൊട്ടെന്ന് പറഞ്ഞത്. എന്നിട്ട് എവിടെ പൊട്ടിയത്? പൊട്ടാത്തതായി പ്രശ്നം. പൊട്ടണ കഥ പറയണ പൊട്ടൻ. ആ ഹലോ, ഇത് എവിടെയായിരുന്നു പോണ്ടേ? ಕ್ರೀಡಾ ಬಂದುಕಮೇ ಶೇಖರಿಸಿ ಕಲಿಯಾಮರ್ಗನ മലയാളം അറിയാവുന്ന ഉണ്ടോ? എന്താ കിടക്കാൻ വാ, കിടന്നു കിടന്നു. എല്ലാരും കിടന്നു.
എന്താന്നറിയില്ല, ചോദിച്ചപ്പോ തന്നെ കിടക്കാൻ പറഞ്ഞു. പിന്നെ എന്ത് പറയാനാണ്? ഇനി ഇപ്പളെ എഴുന്നേക്കാൻ പറ്റുക? ഇപ്പളെ എഴുന്നേക്കാൻ പറ്റുക? അതൊക്കെ ഇവരെഴുന്നേക്കണം തോന്നുന്നു. അപ്പൊ എഴുന്നേക്കാൻ പറ്റും. കിടപ്പണ്ടിട്ട് ഒരു 3 ദിവസം ആവുന്ന തോന്നണം അല്ലേ? എന്തായാലും നമുക്ക് ചോദിച്ചു. അതെ എഴുന്നേറ്റ്. അയ്യോ തല. എല്ലാരും പോവേണോ? അതെ, ഇവിടെ മലയാളം അറിയുന്ന ആരെങ്കിലും അങ്ങോട്ട് ചോദിക്കേ. ചേട്ടാ ദേ ഒരു പൊന്ത മടവനുണ്ട്. എന്താ ചേട്ടാ ഞങ്ങൾ 3 പേര് കേരളത്തിൽ നിന്ന് ഒരാൾ അന്വേഷിച്ചട്ടെ. ഭയങ്കര വിശപ്പുണ്ട് ചേട്ടാ. ഞങ്ങൾ ഒരാളെ അന്വേഷിച്ചു വന്നതാ. ഇത് അയാളുടെ അഡ്രസ്. ഒത്തിരി ദൂരം പോണം. ചേട്ടന്റെ പേരെന്താ? പണ്ടാരി പാണ്ഡെ. പണ്ടാരോ? പണ്ടാരി പാണ്ഡെ. സമ്മതിക്കണം. ഇത് ഞങ്ങള് ഇന്ന് ചേട്ടൻ എങ്ങനെയാ മലയാളം പഠിച്ചു? 40 വർഷമായി ഇവിടെ വന്നിട്ട്. ചെറുതില് വന്നാണോ? നിങ്ങൾ എന്റെ കൂടെ വാ, എന്റെ വീട്ടിൽ താമസിച്ച് അവിടെ നിന്നെ കഴിക്കാണ്ടാവോ? നാളെ പോകാം. സോറി എടാ കടലാണോ ഇത്? എവിടെയാടാ? ഇപ്പൊ ശരിയാക്കി തരാം, നീ തിരക്കൂട്ടാതെ. സമയം എന്തായി? കുറച്ച് താമസിച്ചു പോയി. കുടുംബക്ഷേത്രത്തിൽ ഉത്സവമായിരുന്നു. ആരടാ ക്യൂല്? എനിക്കൊരു പൈന്റ് ഓടിച്ചാടാ. എനിക്ക് മനസ്സിലായല്ലോ. എടാ നമ്മ ഒരുമിച്ചല്ലേടാ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നേ. ഏത് പോലീസ് സ്റ്റേഷനില്? കൊള്ളാ, നീയേ കുപ്പി ഒളിപ്പിക്കാൻ പുതിയ സഞ്ചിയൊക്കെ മേടിച്ചല്ലേ? എനിക്കറിയില്ല. പോയി പോയി ചെല്ലി ചെല്ലി ചെല്ലി. ഒരു പൈന്റ് ചോദിച്ചാണ് ഇങ്ങനെ ഓടണേ. അയ്യോ എന്റെ പൈന്റ്. വീട്ടിൽ വന്നേട്ടെ. എന്തൊക്കെയുണ്ട് വിശേഷം? അച്ഛൻ സുഖമല്ലേ? സുഖം. അന്ന് പോലീസുകാരെ നന്നായിട്ട് അടിച്ചില്ലേട്ടാ? നൈസ് ബോയ്. കിൻഡർ മഹാരാഷ്ട്ര വരെ പോയേക്കാ. പെട്ടെന്ന് തന്നെ വരും. പോയോ? ഹലോ നിക്ക് പോലെ. അതെ, അവന് കുട്ടീനെ ഭയങ്കര ഇഷ്ടമാണ്. അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചത് ഞാൻ കാരണ. അന്ന് കിട്ടിയതൊന്നും പോരെ, ഇനിയും വേണോ? ചേട്ടൻ ഇനി എന്നാ വീട്ടിലേക്ക് വരിക? എൻ്റെ അച്ഛൻ്റെ 16 എടുത്തിനും. അയാൾ പറഞ്ഞ ഈ വഴി തന്നെയാണോ? ആർക്കറിയാം. ഇവള് നടപ്പുണ്ടാവും വിചാരിക്കും. ഇവിടെ എല്ലാ ദിവസവും ഇവിടെ വന്നു പോകണമല്ലായിരുന്നു. ഇവള് ഇവിടെയല്ലേ പെറ്റുവിട്ട്. ഏയ് ഇല്ല, എനിക്ക് ഇനി ഒരടി മുന്നോട്ട് വെക്കാൻ പറ്റട്ടാ. ഐ ആം വെരി ടയർഡ്. പുലിവാലി പിടിച്ച പരിപാടിയായി പോയി. വിശന്നിട്ടാണെങ്കിൽ മനുഷ്യന്റെ കുടലും കരിഞ്ഞു. ടൈസൊക്കെ പോയാ. തനിക്ക് ഞാൻ ഭക്ഷണം വാങ്ങിത്തരാം. നിന്റെ അപ്പം തുറന്നു വെച്ചിട്ടുണ്ട് ഇവിടെ കട. അപ്പനോട് ചാലണ്ടല്ലോ. ഏയ് നീ എന്റെ വലിയപ്പൻ ചീത്ത പറഞ്ഞാണ്ടല്ലോ. ചീത്ത പറഞ്ഞ മാറിയുന്നേ. തൊള്ളണോ? പല്ലുവെച്ചോടാ നീ. വീട്ടു മിൽട്ടു ഒന്ന് നിർത്തണുണ്ടോ? ശല്യങ്ങള്. ശല്യങ്ങളാ? നിന്റെ അച്ഛനാടി ശല്യങ്ങള്? നീ വന്നേ, നമുക്ക് പോവാം. ശല്യങ്ങളെന്നേ. ശല്യങ്ങള് പോലും ശല്യങ്ങള്. മച്ചാനത്തിന് പറ്റിയോ? ഒരു കര കണ്ട് വെള്ളം. നമുക്ക് ആദ്യം രാഹുലിന്റെ വീട് അന്വേഷിക്കാം. പിന്നെ രാഹുല് ആദ്യം ഫുഡ്.
അത് മതി അത് മതി. ഞാൻ ആദ്യം ഭക്ഷണം, അത് കഴിഞ്ഞിട്ടുള്ളൂ ബാക്കി എന്തുട്ടാ. എവിടെ ദേ ദേ നോക്കി അവിടെ ഒരു പുകനുണ്ടാ, അവിടെ ചോദിച്ചു നോക്കി എന്തെങ്കിലും കിട്ടും. വാ വാ വാ. വെള്ളം കഴിച്ചിട്ട് കുടിക്കല്ലേ. എന്താണ് എന്താ പറഞ്ഞ? ആ തന്നോട് കൈ കഴുകാനാ പറഞ്ഞ. കഴിക്കാൻ എന്താ വേണ്ടെന്ന് ചോദിച്ചു. ഓ അതാണോ ചേട്ടാ? ചൂട് പുട്ടുകടലും കിട്ടോ? പുട്ടുംകടൽ ഇവിടെ കിട്ടൂല മിട്ടു. ആണോ? ചപ്പാത്തിയും പൊറോട്ടയും. ആ ചൂട് പൊറോട്ടയും ബീഫ് ഫ്രൈ. നെയ്ട്ട് വേണോ? നെയ്ട്ട് വേണ്ട. എന്നാ ബീഫ് റോസ്റ്റ് മതി. ബീഫ് റോസ്റ്റ്. ആ ബീഫ് പെട്ടെന്ന് എടുത്തോ. പിന്നെ ശരിക്കുണ്ടല്ല ഇന്നലത്തെ ബീഫില്ലേ, അതിങ്ങനെ മുറിച്ച് 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 ഒന്നും കൂടി കഴുകിയെടുത്തട്ടെ. ചുമ്മാ മുളക് ഇട്ടിട്ട് ഇങ്ങനെ വരട്ടി അതന്നെ തേങ്ങാക്കൊത്തൊക്കെ ചെറുതായിട്ട് ഞാൻ പറഞ്ഞു. ചിലത്തൊക്കെ പല്ലിന്റെ ഇടയിൽ കയറും അല്ലേ. മാറിക്കൊടുത്തേ. അതിന്റെ കൂടെ അല്ലേ അത് പോട്ടെ, അതിന്റെ കൂടെ ഇല്ല പച്ചമുളകൊക്കെ ഇട്ട് നന്നായിട്ട് ഇങ്ങനെ വരട്ടിയെടുക്കും. പാനി 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 വടിയല്ല പാനി പാനി. നീ ഓരോന്ന് ചോദിച്ചിട്ട് അടി വാങ്ങിക്കോ. എന്തറിയാ നിങ്ങൾക്കൊക്കെ പാനി എന്ന് പറഞ്ഞ അറിഞ്ഞൂടി? ഒന്നും അറിയില്ലോ. ഇപ്പൊ വരൂ കേട്ടോ. അത് പൊക്കണ്ട് പാല്. ഞാൻ എന്താ പ്യോലിങ്ങനെ വൈകിട്ടില്ല അറിയോ? കഴുകാൻ പറ്റില്ലേ? ഫ്രഷ് റൈറ്റിലോട്ടാണോ ലെഫ്റ്റിലോട്ടാണോ കറക്കണ്ട? ആ ഇപ്പുറത്ത്. ഓ ഞാൻ റൈറ്റ് നിൽക്കണോ അല്ലേ? പോലീസ് കുടിക്കേ. പുതിയ ടീഷർട്ടാ നോക്കിയേ. സൂര്യനെ കാണാൻ ഉള്ളിൽ കൂടി. അവളോട് പോയി കിടക്കണ. അവളുടെ കാര്യമുണ്ടരുത്. മനഃപൂർവ്വം പണിയുന്നതാ. പോയിക്കോട്ടെ. കുറെ നേരെ നീ മൊത്തത്തിൽ ഇങ്ങനെ അടിച്ചോണ്ട് ഇനി പിള്ളേരുടെ അപ്പി കൂടി കുറേണ്ടി വരും. മഹാവൃത്തിയായിരിക്കും. ഈ പിള്ളേർക്ക് സ്കൂളൊന്നും ഇല്ലേ? ഈ ഊഞ്ഞാല പൊട്ടി വീണിരുന്നെങ്കിലാ. ഇനി ഇതെന്തിനാണ് അവിടെ കിടക്കട്ടെ. പോടാ വീട്ടിൽ പോടാ. നീ നടന്ന്. किधर है? പതുക്കെ.
ഇതൊക്കെ പഠിച്ചാണോ? अरे भाई नीचे आ जाओ, कोई प्रॉब्लम नहीं, सिर्फ पॉइजन का इंजेक्शन है। പോയിസൺ? ഞാൻ പോലീസു. പോയിസൺ ഇല്ല, പോയിസൺ ഏയ്. पुलिस पुलिस है क्या? കേറരുത്. हाँ? എന്തിനാ? आ जाओ വേണ്ട വേണ്ട, नीचे। അതൊരു ഗ്ലാസ് എടുത്ത് ഞാൻ കുടിച്ചോളാന്നേ. आ जाओ नीचे। ഇല്ല, കുത്താൻ പറ്റില്ല. आ जाओ ഇതെന്താ ഇങ്ങനെ നിങ്ങളൊക്കെ? ഇതുവഴി പോ. नीचे आ जाओ। നീച്ചേ ആജോ. ഓഹോ, ആൾക്കാരൊക്കെ കൂട്ടി വന്നേക്കണല്ലേ? ഞാനില്ല, ഞാൻ പോവും. पकड़ो इसे। ചലോ ചലോ ആജോ നീച്ചേ. नीचे उतारो। ആജോ കാലി പിടിക്കരുത്, കാലി പിടിക്കരുത്. ആണോ ഇത്? ഏയ്, എടുക്കരുത്. മിൽട്ടന്റെ ശബ്ദമാണല്ലോ. നല്ല വലിയ ഹോസ്പിറ്റലാണ് കേട്ടോ അല്ലേ? അതിനത് നോക്കണ്ട, ബില്ല് നോക്കിയാൽ മതി. എനിക്ക് തോന്നി ബില്ല് കൂടാൻ സാധ്യത തന്നെ കുത്തിയപ്പ അവിടുത്തെ എല്ലാം ഞാൻ പൊട്ടിച്ച്. പിന്നെ വിശക്കുന്നുണ്ടോ നന്നായിട്ട്? എനിക്ക് വിശക്കണ്. മിണ്ടരുത്. എന്തിനു കഴിച്ചാലാ? നമുക്കൊന്ന് വിഷണതേ ഗതിയായത്. അന്നൊരു പണി ചെയ്യാം, നമുക്ക് നിപ്പന് 2 അടിച്ചാലോ? അത് നല്ല ബെസ്റ്റ് ഐഡിയ. അപ്പൊ വേദനയും കുറയും, ആ കൂട്ടത്തിൽ നമ്മൾ എന്തെങ്കിലും കഴിച്ചാൽ വിശപ്പും കുറയും. വെജിറ്റേറിയൻ എന്തെങ്കിലും കഴിക്കാട്ടോ, അതാണ് നല്ലത്. ബീഫ് കൊള്ളൂല ഇവിടുത്തെ. അങ്ങനെ ചെയ്യാം. മോർച്ചിൽ അവിടെ പോയി നോക്കി. ഞങ്ങൾ ചത്താന്ന്. ഞങ്ങൾ ചത്തിട്ടില്ല, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. അവിടെയാ. കാര്യം പറ. എന്താണ് കാര്യം? എന്താ വെച്ചാ അങ്ങോട്ട് പറ. എന്താണെന്ന്? ഇവളെന്തിനാ എങ്ങനെ കിടന്ന് കരയാണ്? അവർ ഓക്സിജൻ കൊടുക്കണ്ടാവില്ലേ? ആരാ മനസ്സിലായില്ല? കിൻഡർ. ഞാൻ മിൽട്ടൻ. ഞങ്ങൾ കൊച്ചിയിൽ നിന്നാണ്. രാഹുലിന്റെ ഫ്രണ്ട്സാ. രാഹുലിന്റെ ഞാൻ രാഹുലിന്റെ അച്ഛന്റെ സുഹൃത്താ. ഇത് രാഹുലിന്റെ അച്ഛനും അമ്മയും അനിയത്തിയും. ശരിക്കും എന്താ സംഭവിച്ചത്? വണ്ടി ഇടിച്ചതാ. ഇടിച്ച വണ്ടി നിർത്താതെ പോയി. പിന്നെ ആരൊക്കെയോ ചേർന്ന് ഇവിടെ എത്തിക്കുകയായിരുന്നു. ഡോക്ടർ എന്താ പറഞ്ഞു? There's nothing to worry. He's stable now. But still we have to keep him under observation for 3 more days. Okay. I'll drop my number here. All right. Please inform if in case of anything emergency. Definitely. നിനക്കും എന്നെ പോലെ ഇംഗ്ലീഷ് അറിയാലേ? ആക്ച്വലി ഡോക്ടർ ഷാരോൺ, ഷീ ഈസ് ദ ലവ് ഓഫ് ദ ICU ബോയ് ഫ്രണ്ട് അല്ലേ? പ്ലീസ് ഫാസ്റ്റ് അപ്പ്. Pardon? പാടാനോ ഈ സമയത്തോ? ഇവിടെ ആൾക്കാരും ഡോക്ടറും രോഗികളൊക്കെ ഇല്ലേ? പാടണമെന്നുണ്ട്. പാടാന്നേ, ചിലപ്പോൾ പെട്ടെന്ന് വിടും. അയ്യോ, വന്നിട്ട് പാടാട്ടോ. നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ പറ്റിയൊരു മാനസികാവസ്ഥയിലല്ല ഇപ്പൊ ബലരാമൻ. സ്വന്തം മോനൊന്ന് കാണാൻ പോലെ പാവത്തിൽ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ തമ്മിലുള്ള ഇഷ്ടം രാഹുൽ എന്നോട് പറയാതിരുന്നത് എന്താണെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. വരുന്ന 16-ാം തീയതി എൻ്റെ സുഹൃത്തിൻ്റെ മകളുമായുള്ള രാഹുലിൻ്റെ വിവാഹം ഞാൻ ഉറപ്പിച്ചതാണ്. അവൻ്റെ മകളെ രാഹുലിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ. കുട്ടിയോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കാം രാഹുൽ ഈ വിവാഹത്തിന് താല്പര്യം കാണിക്കാതിരുന്നത്. പക്ഷേ ഞാനവനെ നിർബന്ധിച്ച് സമ്മതിപ്പിക്കുകയായിരുന്നു. എൻ്റെ 15-ാമത്തെ വയസ്സിലാണ് ഞാനിവിടെ എത്തിച്ചേരുന്നത്. ഒന്നുമല്ലായിരുന്ന എന്നെ ഇവിടെ വരെ എത്തിച്ചത് നാരായണൻ്റെ അച്ഛനാ. ആ നന്ദിയും കടപ്പാടും എനിക്കെന്നും ആ കുടുംബത്തോടുണ്ട്. ഈ അവസ്ഥയിൽ വിവാഹം നടക്കുമോ? ഹോസ്പിറ്റലിൽ വെച്ചാണെങ്കിലും ചടങ്ങുകൾ നടത്താമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എത്രയും പെട്ടെന്ന് ആ പെൺകുട്ടിയുടെ വീട്ടുകാരോട് കാര്യങ്ങൾ തുറന്നു പറ. വിവാഹം നിശ്ചയിച്ച ദിവസം തന്നെ അത് നടക്കണം. അല്ലെങ്കിൽ ഇവിടുത്തെ വിശ്വാസപ്രകാരം ആ പെൺകുട്ടിയെ മറ്റൊരാൾ സ്വീകരിക്കില്ല. രാഹുൽ എന്നെ വേണമെന്നില്ലല്ലോ.
വേറെ ആരെങ്കിലും ഈ ചെറിയ സമയത്തിനുള്ളിൽ നമുക്ക് കണ്ടുപിടിക്കാം. പറഞ്ഞ സമയത്തിന് തന്നെ കല്യാണവും നടത്താം. അതിനുവേണ്ടി എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്യാം. मुझे और मेरे परिवार के बारे में तुम अच्छी तरह जानते हो, इसीलिए मैं तुमसे मिलने आया. तुम चिंता मत करो, 16 तारीख को शादी हो जाएगा. मेरे और मेरे परिवार के बारे में चिंता मत करो. നിനക്കെന്തിനും മനസ്സിലാവണ്ട. मैं जानता हूँ कि अभी क्या करना है. ഇപ്പൊ എന്താണ് ഇവര് പറയണ? എനിക്കൊന്നും മനസ്സിലാവല്ലോ. എനിക്ക് ഇംഗ്ലീഷ് പടം കാണുന്ന പോലെ ഉണ്ട്. ഇങ്ങനെ നിനക്ക് मुझे पता है कि तुम दुखी हो. പച്ചുള്ളോർന്ന് तुम घबराओ मत. मैंने जो कमाया है ये सारे मेरे बच्चों के लिए है. ഇയാൾ ये ചീത്തൊക്കെ घर പറയണ്ടല്ലോ. और 600 एकड़ ये सारे मेरी बेटियों के लिए है. പിന്നെയും ചീത്ത പറയണ. എണീക്കണോ? ചേട്ടാ പുള്ളി എന്താ പറഞ്ഞ? മോൾക്ക് എത്രയും പെട്ടെന്നൊരു പയ്യനെ കണ്ടുപിടിക്കണം. ഈ വീടും 600 ഏക്കർ സ്ഥലവും മക്കൾക്കുള്ളതാണെന്നാ അവൻ പറഞ്ഞത്. ഓ, നീ വന്നേ. ഒരു പയ്യനുണ്ട്, ഗവൺമെന്റ് ജോലിക്കാരനാ. നിനക്കൂടെ ഇത്രയൊക്കെ ഹാൻഡ് ഉണ്ടോ? ഏതാ പയ്യൻ? ഞാൻ. നീയാ? എന്താ നീ കെട്ട്. എനിക്കിത് കെട്ടിക്കൂടെ? മിൽട്ടു, നീ സീരിയസ് ആണോ? ഹോസ്പിറ്റലിൽ കിടക്കുന്നതിന്റെ രാവിലെ കാട്ടി സീരിയസ് ആണ് ഞാൻ. നിനക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യും. ചന്ദൂരെ തോപ്പിക്കാനാവില്ല മക്കളെ. അപ്പൊ ഇളയപ്പനോ? ഇളയപ്പനോ? പ്രായപൂർത്തിയാവുള്ള എനിക്ക് എന്ത് തീരുമാനമെടുക്കാനുള്ള അവകാശം കേരള ഗവൺമെന്റ് തന്നിട്ടുണ്ട്. നീ ഒന്ന് പറഞ്ഞു നോക്കോ പ്ലീസ്. ഞാൻ പറഞ്ഞാൽ അവൻ കേൾക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ഒരു നല്ല കാര്യത്തിനല്ലേ. പിന്നെ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനെ ആർക്കാ ഇഷ്ടമാവാതിരിക്കുക? അതെ. ഇവിടുത്തെ ആചാരപ്രകാരം മതം മാറണം. അത് കുഴപ്പമില്ല, ഞാൻ എത്ര മണിയും ചെയ്തോളാം. മതഭേദായാലും മനുഷ്യ ഒന്നായ പോരല്ലേ? അല്ല അങ്ങനെ ഞാൻ 200. 200? അല്ല, ഒരു 10-200 പേരുണ്ടാവില്ലേ കല്യാണത്തിന്? സാമ്രാജ്യം മൗഢ്യം സ്വരാജ്യം വൈരാജ്യം ബലമീശം രാജ്യം സ്വാഹാ. പാലക്കാടൻ സ്ഥലം. ഇനിയെന്താ പരിപാടി? ഇയാളെന്താ പറയണത്? ഇനി പേരിടണം. പേരിപ്പോ പറയും. ആയിക്കോട്ടെ. റാണേ നരസിംഹ പാണ്ഡെ. റാണെ നരസിംഹ പാണ്ഡെ. ഇതിൽ ഏത് പേര് വേണമെന്നാ ചോദിച്ചത്? റാണി നരസിംഹ പാണ്ഡെ. നരസിംഹം ലാലേട്ടൻ. നരസിംഹ പാണ്ഡെ മതി. മതി മതി. പച്ചൂത്രം നിർബന്ധമുണ്ടോ? മൈലഞ്ചിട്ട പോരെ? പേര് നിർബന്ധമായി പച്ചകുത്തണം. അതാ മറ്റേ പേര് മതി. റാണി മതി. ചെറുത് മതി. ഇനി പേര് മാറ്റാൻ പറ്റില്ല. അഡ്രസ്സും വേണമെങ്കിൽ കുത്തിക്കോട്ടെ. അതാ നിന്റെ പടം കൂടി അടിക്കണം നെഞ്ചത്ത്. വൃത്തിയിട്ട് വരെ സ്പോയിലർ മതിടാ. മോനെ അനങ്ങാതെ നിൽക്കും മോനെ. കണ്ണടച്ച് തൊഴിൽ നീക്ക്. പ്രാർത്ഥിച്ച് നിൽക്കും മോനെ. രക്ഷപ്പെട്ടത് ദൈവമേ. ഒരു 200, 2 മാസത്തിനുള്ളിൽ മറ്റൊരു 200. അത് വഴി. സിറ്റ് ഡൗൺ, ഇരിക്കൂ. ഈ 200 ഏക്കറിൻ്റെ കാര്യം അച്ഛനടുത്ത് പറഞ്ഞ് ഭാഗം വെക്കൽ പരിപാടിയൊക്കെ പെട്ടെന്ന് പറഞ്ഞ് ശരിയാക്കാൻ പറ്റില്ലേ? मी प्रिया कहीं समझाता नहीं.
എങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഈശ്വര. മറാഠി പഠിച്ചേ പറ്റൂ. മലയാളം പഠിച്ചല്ലേ, ഇങ്ങനെ മറാഠി. ഇതിലിഞ്ഞ് കാന്താരി മുളക് കിട്ടാന്നിരിക്കണാണോ? കൊള്ളാം. കുടിച്ചോളൂ, കുറച്ച് കുടിച്ചോളൂ. കുറച്ച് കുടിച്ചാൽ കേട്ടോ. ഇവിടെ ഇങ്ങനെയാണ് പാൽ കുടിക്കണ? ഇതാരാ? എന്താ? ഹലോ, എന്താ ഇവിടെ? ഞാൻ കിടക്കണ്ടേ? പുറത്തേക്ക് കിടക്ക്. എന്താണ്? അതെ, ഞങ്ങൾക്ക് ഇവിടെ കിടക്കാനുള്ള മുറിയാൻ. ചേട്ടൻ പുറത്തേക്ക് കിടന്നേ. നിങ്ങൾ ഇവിടെ അപ്പുറത്താണ്. ഇത് സോറി, പെട്ടെന്ന് സങ്കടം ദേഷ്യം ആകെ ഇങ്ങോട്ടന്നെ കളിച്ചോട്ടാ, കളിച്ചോ. നല്ല പ്രായമല്ലേ, കളിച്ചോ. എന്താ മോനെ? അതെ, റൂമില് വവ്വാലിനെ പോലത്തെ ഒരു സാധനം വന്ന് എടുക്കേണ്ട. ആരാണത്? ഉച്ചക്കിലിഞ്ഞ് ഇവരൊക്കെ വന്ന് എടുക്കും. വെറുതെ അത് പെൺകുട്ടിയുടെ അമ്മാവനാ. അയാളൊന്ന് അവിടേക്ക് എടുക്കാം. എന്തിനൊക്കെ ചാട്ടങ്ങല്ലേ മോനൊന്ന് അഡ്ജസ്റ്റ് ചെയ്യും മോനെ. അയാളെ വെച്ചിട്ട് ഞാനെന്താ അഡ്ജസ്റ്റ് ചെയ്യാൻ? തീർത്ത ഇല്ല, ഉറങ്ങോ പെട്ടെന്ന്. മോതിരൊക്കെ എടുത്തിട്ടാ. ചെക്കന് പെണ്ണെത്തിയല്ലോ. എന്തായി? ഇവിടുത്തെ കാര്യം എന്തായി? അത് പോയി. എന്റെ പെങ്ങള് വിധവയാ? കാറ്റ് പോയിട്ടില്ല. പിന്നെ ഞാനും കൂടി കയറി കണ്ടോട്ടെ? വേണ്ട മോളെ, ഈ അവസ്ഥയിൽ നീ അവനെ കാണണ്ട. നമസ്കാരം. There's something very important. That's why I called you. அதாவது அந்த ஆக்சிடென்ட்ல அடிபட்ட போது கிட்னில தான் பிளட் கிளாட் இருந்தது. ஆக்சிடென்ட் நடந்த அன்னைக்கே தெரிஞ்சிருந்தா ஒருவேளை ஏதாவது பண்ணியிருக்கலாம். ஆனா இந்த ஸ்டேஜில் கிட்னி டிரான்ஸ்பிளான்டேஷனை தவிர வேற வழியே இல்லை. நீங்க சீக்கிரமா ஒரு AB நெகட்டிவ் டோனரை கண்டுபிடிங்க. ബലരാമേട്ടൻ്റെ കിഡ്നിക്ക് 3 രക്തക്കുഴലുകൊണ്ട് നടക്കില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞു. രാഹുലിൻ്റെ അമ്മയുടെ ബ്ലഡ് ഗ്രൂപ്പ് ആണെങ്കിൽ A പോസിറ്റീവാ. അവരാകെ തകർന്നിരിക്കുക. എന്റെയും A പോസിറ്റീവാ. ഞാൻ പോസിറ്റീവാ. O പോസിറ്റീവ്. സത്യം കേട്ടോ. എൻ്റെ AB നെഗറ്റീവാ.
വീട് കത്തണ വാഴ വെട്ടണ പോത്തു കുത്തണ വേദമോദന വീട് കത്തണ വാഴ വെട്ടണ പോത്തു കുത്തണ വേദമോദന. എനിക്കന്ന് കണ്ടപ്പോഴേ തോന്നി. സ്കൂളിൽ പഠിക്കുമ്പോ ഇപ്പൊ മാറിയിട്ടുണ്ടാവും. ഹൈസ്കൂളാകുമ്പോ മാറുമല്ലോ അല്ലേ? നിർബന്ധിക്കാൻ ഞങ്ങളൊന്നും കിൻഡറിന്റെ ആരുമല്ലെന്നറിയാം. പക്ഷേ കിൻഡറിനെ മാത്രം രക്ഷപ്പെടുത്താൻ കഴിയുന്നൊരു ജീവനാ അകത്ത് കിടക്കുന്നത്. എൻ്റെ രണ്ടാമത്തെ മകനോടാണ് ഞാനിപ്പോൾ അപേക്ഷിക്കുന്നത്. ഇതുവരെ ആരുടെ മുമ്പിലും കൈ നീട്ടിയിട്ടില്ല. കിൻഡറിന് ഞങ്ങളുടെ അവസ്ഥ മനസ്സിലാവുമെന്ന് കരുതുന്നു. ഇത് കൂടുതലൊന്നും ഞങ്ങൾക്കിനി പറയാനില്ല. Don't worry, his kidney is perfectly matching. കിഡ്നി വരെ മാച്ചിങ് എന്നാ പറഞ്ഞ ഡോക്ടർ. കൺഗ്രാചുലേഷൻസ്. എനിക്ക് എൻ്റെ ഡാഡിയുടെയും മമ്മിയുടെയും ഒപ്പ് വാങ്ങണേ. ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം. അതൊന്നും വേണ്ട. പിന്നെ അതൊക്കെ മോള് റെഡിയാക്കിയിട്ടുണ്ട്. അതെ, ഹലോ. എന്തു പറഞ്ഞാൽ ഈ മോൾ റെഡിയാക്കിയിട്ട് മോൾ റെഡിയാക്കണം പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനത്തെ സാധനം അങ്ങനെ വെറുതെ എടുത്തു തരാൻ പറ്റില്ല. ആ പിന്നെ എനിക്കൊരു 50 ലക്ഷം രൂപ വേണം. 50 ലക്ഷോ? ആ പിന്നെ AB നെഗറ്റീവ് ഗ്രൂപ്പ് വേണമെങ്കിൽ മതി, അല്ലെങ്കിൽ ഞാൻ പോയേക്കാം. തരാം. എനിക്കൊന്ന് നാട്ടിൽ പോയി വരേണ്ട താമസം. നിനക്കെന്താ വട്ടാണോ? എത്രയും പെട്ടെന്ന് സർജറി നടത്തണമെന്ന് ഡോക്ടർ പറഞ്ഞു. ഏതോ ദൂരസാന്ധ്യ വിഷാദ സ്വരം അകലെ മഴവിൽ അകലെ മഴവിൽ. ஆப்ரேஷன் சக்ஸஸாக இருந்துச்சு. பயப்படுறதுக்கு ஒன்றுமே இல்லை. ஓகே, He's fine, okay? ഇതെന്താണ് വല്ല നടക്കോ? കൊച്ചിയിലാണെങ്കിൽ ബ്രോക്കേഴ്സ് ഒക്കെ ഇവിടെ കൂടി നിന്ന് ഒറ്റയടിക്ക് കച്ചവടം നടത്തിയാനേ. ഇപ്പൊ വരും ബിൽറ്റാ. വന്നല്ലോ. നമസ്കാരമുണ്ട്. നമസ്കാരമുണ്ട്. കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പുള്ളി ഒരു വില പറയും. അത് ഓക്കെ ആണെങ്കിൽ ഡീൽ നടക്കും. അതൊന്നും കുഴപ്പമില്ല, അയാൾ അത്യാവശ്യക്കാരനാ. ഹലോ, ഇപ്പൊ ഒരു 200 ഏക്കർ ഇവിടെ കൊടുക്കാനുള്ളത്. ഭാവിയിൽ 200 ഏക്കറും കൂടി കൊടുക്കാണ്ടോ? ഓക്കെ. ഇന്ന് 2 ലക്ഷം രൂപ. നല്ല വില മിൽട്ടാ, കൊടുത്തോ. ഇങ്ങനെ ഒരു പിടിശനിയുടെ ദുരിതം കളിവിളയാട്ടും തലവര തെളിയാൻ എന്തിനു വേണം ചൊല്ലുക വേഗം അൻപുട് ഭഗവാനേ. ഏറാപ്പകലില്ലാതെ അങ്ങനെ ഇങ്ങനെ തിക്കുകളിട്ടും ഓടി നടന്നിട്ട് എന്തൊരു കാര്യം, സങ്കടമാണ് ചങ്കിനകത്തെന്നും.
दे चाय उसको दे दो। वो सो रहे हैं माँ। ഓളൊന്നും സ്കൂളിൽ പോയില്ലേ? ചേട്ടൻ ആശുപത്രിയിലായ ശേഷം പോയിട്ടില്ല ചേട്ടാ. ചേട്ടൻ ഇനി അടുത്താഴ്ച പോവുള്ളൂ അല്ലേ? ചേട്ടൻ മാത്രല്ല, ഷാരോൺ ചേച്ചിയും മിൽട്ടൺ അങ്കിളും എല്ലാവരും അടുത്താഴ്ച പോവുള്ളൂ. അതിനവരെ കാണാനില്ലല്ലോ. ബാഗും എവിടെ ഇല്ല. അവർ പോയതാണോ ചേട്ടാ? ജയ് ജവാൻ. ഇത്രയ്ക്കും അങ്ങോറോ ആരത്? എൻ്റെ ആരാ? കിൻഡർ. കിൻഡർ അവിടെ ഇല്ല, മഹാരാഷ്ട്രയിൽ പോയി. എടാ ജോയ്, ഇത് ഞാനാ കിൻഡർ. എടാ നീയാ? എന്ത് കോലാടാ ഇത്? എല്ലാം പറയാം. ഇതെല്ലാം ഇത് മെഡിക്കൽ ഷോപ്പ് പൊളിച്ചു വീടാ. അമ്മേ, നാസിക്ക് വരെ പോയി അടിയും കൊണ്ട് തൊഴിയും മേടിച്ച് കിഡ്നിയും കൊടുത്ത് 52 ലക്ഷം രൂപയും പോയി. നിനക്കൊന്നും ബുദ്ധിയിലടക്കിണ്ടേ അളയാ. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ അവൾ അന്യ സംസ്ഥാനങ്ങളിൽ കിഡ്നി ബിസിനസ് നടത്തുന്ന ഏജന്റാ. എനിക്കും തോന്നുന്നുണ്ട് അവളുടെ വീട്ടിൽ പോയപ്പോൾ അതെല്ലാം പൂട്ടിക്കിടക്കണം. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞാൽ ക്ലിയർ ആയിരുന്നോ? ഇന്നലെ അടിച്ച് പഴുത്ത് തലവേന എടുത്തിട്ട് പാടില്ല. മുങ്ങിയതളയാ, എല്ലാം മുങ്ങിയതാ. നിനക്കൊരു കാര്യം അറിയോ? എന്ത്? ആ മറ്റേ കഷ്ണ തലയല്ലേ, എന്താ എൻ്റെ പേര്? ക്രിസ്റ്റി. സാം ക്രിസ്റ്റി. ഞാൻ അടി കൊണ്ട് പഴുത്ത് ആശുപത്രി കിടന്നപ്പോ ഉണ്ടല്ലോ, ആ തേണ്ടി തിരിഞ്ഞു നോക്കിയില്ല. അതൊക്കറിയോ? രണ്ടുകൂടി മിക്സ് ചെയ്യാം. Hey, ice coming. ആരാ? आपना मिल्टन आहेत. എന്ത്? ഇവിടെ ഒന്നുമില്ല, പൊയ്ക്ക് പൊയ്ക്ക്, അടുത്ത വള്ളി വെച്ചോ. मिल्टन मिल्टन ഇതെവിടെയോ? ഇതെവിടുന്നാ? എന്തെങ്കിലും നോക്കണ? ആരാ? എനിക്ക് തലയിറങ്ങണ്ട ചേട്ടാ. എന്താ കാര്യം? अगिरा पत्नी याकिरवा दंदारा पायला जायला. മറാഠിയാണല്ലോ. പോയിക്കോ, എനിക്കൊരു കുഴപ്പമില്ല. നിങ്ങൾ പോയിക്കോ, ഞാൻ അടുത്തൊന്നും പറയൂല. ആരും കാണണ്ട, നിങ്ങൾ വേഗം പോയിക്കോ. ഞാൻ ഇതൊക്കെ പൗഡർ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തോളാം. നിങ്ങൾ പോയിക്കോ, എനിക്ക് കാണണ്ട നിങ്ങളെ. പോയിക്കോളൂ, ഒന്ന് പോകൂ പ്ലീസ്. എന്താണ് എന്താണ് മറന്നെന്തെങ്കിലും? നല്ല കൈപ്പുണ്യുള്ള ഡോക്ടറാ. ഒന്ന് തൊട്ടാൽ മതി, പനിയൊക്കെ പമ്പ അടക്കും. പിന്നെ ആ കിഡ്നി ഇല്ലാത്ത കാര്യം ഒന്ന് പറഞ്ഞുതരാട്ടോ. നല്ല തിരക്കാണല്ലോ. നല്ല ആളുണ്ട്. നീ പോയി ഡോക്ടറെ കാണും, ഞങ്ങൾ മരുന്ന് മേടിച്ചോണ്ട് വരാം.
ഡോക്ടറെ കാണുന്നതിന് മുന്നേ മരുന്ന് മേടിക്കും. ഞങ്ങൾക്കുള്ള മരുന്ന്. ഡോക്ടർ അതുൽ. ഇതിപ്പോ എത്ര നേരായി? ആ കേക്ക് കുറിച്ച് വീട്ടിൽ പോവായിരുന്നു. അതെ. ഈ ടോക്കണോ? ആ ഡോക്ടറെ കാണാനുള്ളത്. ഡോക്ടർ ലീവാ. മോളുടെ ബർത്ത്ഡേ പാർട്ടി നടക്കുക. അപ്പൊ ഇനി എന്നാണ്ടാവുക? ഡോക്ടറിന് ഈ തിങ്കളാഴ്ച ഉണ്ടാവും. ആണോ? ശരി, താങ്ക്സ്. ഓക്കെ, താങ്ക്സ്. So friends, let's start the celebration. നമ്മുടെ ആവണി മോളുടെ ബർത്ത്ഡേ ആണല്ലോ. അപ്പൊ ആവണി നമുക്ക് കേക്ക് കട്ട് ചെയ്യണ്ടേ? അപ്പൊ നമുക്ക് ബർത്ത്ഡേ സോങ് പാടാം അല്ലേ? ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ആവണി, ഹാപ്പി ബർത്ത്ഡേ. അവളുടെ ഒരു പ്രസംഗം. താൻ ആരോടു? ഇവിടെ ഫംഗ്ഷൻ നടക്കുന്ന കാണുന്നില്ലേ? എന്റെ ഫംഗ്ഷനൊക്കെ പോയെടുക്കുമ്പോൾ അവന്റെ ഒരു ഫംഗ്ഷൻ. വേണ്ട. നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കിയ ഞാൻ പോലീസിനെ വിളിക്കും. വിളിക്കണത് തന്റെ പോലീസിനെ. എനിക്ക് ഒരുത്തനെയും പേടിയില്ല. എല്ലാത്തിനും ഞാൻ കൊല്ലും. എന്ത് പ്ലീസ്? എനിക്ക് പറയാനുള്ളൊന്നും കേൾക്ക് പ്ലീസ്. നമുക്ക് പുറത്തിറങ്ങി നിനക്ക് എന്താടി പറയാനുള്ളത്? കിൻഡർ പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഇവിടെ ഒരു ഫംഗ്ഷൻ നടക്കല്ലേ പ്ലീസ്. നമുക്ക് പുറത്തിറങ്ങി സംസാരിക്കാം പ്ലീസ്. ഫംഗ്ഷൻ? സോറി, ഞാൻ മനഃപൂർവ്വം ചതിച്ചല്ല. പിന്നെ ഞാനായിരിക്കും ചതിച്ചത്. ശരീരാധികം അനങ്ങരുത് ഡോക്ടർ പറഞ്ഞിട്ട്. അല്ലെങ്കിൽ 2 കൂടി പൊട്ടിച്ചാനെ. കിൻഡർ പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. തന്നെ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവന്ന രാത്രി ചേച്ചി, ഇതാ ആൽബം. ഇതാരാ? ഇത് രാഹുൽ ഏട്ടൻ. ഒരു കാര്യമില്ല, പറമ്പ് വെറുതെ എടുക്കാൻ ഒരു വരില്ല. ആ കൊള്ളാല. ഇതാണ് രാഹുൽ. പിന്നെന്താ? ഇതല്ല ഞാൻ സ്നേഹിച്ച രാഹുൽ. അപ്പൊ ഇതാരാണ്? എനിക്കറിയില്ല. അപ്പൊ അവൻ കിഡ്നി കൊടുത്ത ആർക്കാണ്? എനിക്കറിയില്ല. ഞാൻ ആ പെണ്ണിനെ കിട്ടിയെന്തിനാ? എനിക്കറിയൂല. ഞാൻ നിന്റെ അടുത്ത് അന്നേ പറഞ്ഞൊന്ന് ഐശ്വര്യ കയറിയ ചെക്കനൊന്ന് കാണാൻ. ഞാൻ എങ്ങനെയാ അവസ്ഥയില്? ഇപ്പൊ എങ്ങനെയുണ്ട് അവസ്ഥ? ഹായ്. ഈ പപ്പടം കൂടി കഴിച്ചോ? മുരിഞ്ഞ നല്ല വേദന എങ്ങനെയുണ്ട്? കിഡ്നി കൊടുത്തു നോക്ക്, അപ്പൊ അറിയാം. രണ്ടു ദിവസമെങ്കിലും എടുക്കുമല്ലേ ഈ വേദനയൊക്കെ മാറി വന്ന് പുറത്തേക്ക് വരാൻ? നന്നായി. അല്ല, 2 ദിവസമല്ലേ എടുക്കുള്ളൂ വേദന മാറി ഒന്ന് പുറത്തേക്ക് വരാൻ. അച്ചാറ് കൂട്ടി കഴിക്കും, മുറിവ് പെട്ടെന്ന് ഉണങ്ങും. നല്ല മുറിവിന് നല്ല എരിവുള്ളതല്ലേ, പെട്ടെന്ന് മാറും. ഇളക്കിയിട്ട് വെള്ളം ഇടല്ലോ കേട്ടോ, വെള്ളം. ശരി, കഴിച്ചോ.
അവനൊരു 2 ദിവസം കൂടി വേദന ഉണ്ടാവുന്ന തോന്നണം. അവനിതറിഞ്ഞ ആദ്യം എന്നെ കൊല്ലും, പിന്നെ നിന്നെ. അതുറപ്പാ. നിന്നോടത് പറയാനുള്ള ധൈര്യമില്ലാത്ത കൊണ്ടാ ഞങ്ങളന്ന് അവിടെ നിന്ന് പോകുന്നത്. തനിക്ക് തരാന്ന് പറഞ്ഞ രൂപയുടെ ചെക്ക് ഞാനെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി താമസിക്കണ്ട, ഇന്ന് തന്നെ ശങ്കര നമ്പൂതിരിയെ കണ്ട് ദിവസം കുറിക്കണം. അതെ, രാജീവിനാണെങ്കിൽ 2 മാസം ആകെ ലീവ് ഉള്ളൂ. പോണ വഴി തന്നെ അവിടെ കയറിയിട്ട് പോണം. സുഹൃത്തുക്കളെ, ഞാൻ ചോദിക്കുകയാണ്, കേരളത്തിൽ 4,46,416 കിഡ്നി രോഗികൾ ഉണ്ടായിട്ടും അങ്ങകലെ മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിൽ വെള്ളി എന്ന കുഗ്രാമത്തിൽ വെള്ളിയല്ല വള്ളി 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 എന്ന കുഗ്രാമത്തിൽ ചെന്നൊരു നിഷ്കളങ്കനും നിരപരാധിയുമായ ചെറുപ്പക്കാരന് കിഡ്നി ഊരിക്കൊടുത്ത നമ്മുടെ നാട്ടിലെ നമ്മുടെ പൊന്നോമന കണ്ണിലുണ്ണി കിൻഡറിനെ എത്ര പ്രശംസിച്ചാലും മതിയാവുകയില്ല. ഇപ്പോഴത്തെ എന്റെ സംശയം നാസിക് ഇന്ത്യയിലാണോ എന്നുള്ളതാണ്. ഇന്ത്യയിലാണ്. ഒരു വേള കിൻഡറിന്റെ സിനിമ കഥകൾ വെല്ലുന്ന ആ അനുഭവം കേട്ടപ്പോൾ കിൻഡറിന് മെന്റലാണോ എന്ന് പോലും ഞാൻ സംശയിച്ചുപോയി. ഇവിടുത്തെ നാറിയ ദുർഭരണത്തിന്റെ മുഖത്തേക്കുള്ള കാർക്കിച്ചു തുപ്പലാണ് ക്ലിന്റന്റെ കിഡ്നി ദാനം എന്ന് ഞാൻ ഇത്തരണത്തിൽ ഊന്നി പറയുന്നു. ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് മാത്രമാണ് എനിക്ക് ഇത്തരണത്തിൽ പറയാനുള്ളത്. അടുത്തതായി ഞാൻ മൈക്ക് ക്ലിന്റന് കൈമാറുന്നു. എല്ലാവർക്കും നമസ്കാരം. എടാ മോനെ ക്ലിന്റ, മൈക്ക് കാത്തു വേടാ, മൈക്ക്. പാവല്ലേ. എല്ലാവർക്കും നമസ്കാരം. ഫസ്റ്റ് ആയിട്ടാണ് ഇങ്ങനെ സംസാരിക്കാൻ നിൽക്കണത്. അറിയില്ല എന്താ പറയണ്ടേന്ന്. MLAയുടെ നല്ല വാക്കുകൾക്ക് നന്ദി. അദ്ദേഹം പറഞ്ഞ പോലെ ഞാനങ്ങനെ ഒരു മഹാമനസ്കനോ അല്ലെങ്കിൽ ചെയ്തത് ത്യാഗമായിട്ടൊന്നും തോന്നിയിട്ടില്ല. നാസിക്ക് പോവാനും ഒരാൾക്ക് എൻ്റെ കിഡ്നി വഴി ജീവൻ കൊടുക്കാൻ പറ്റിയതൊക്കെ ഭാഗ്യമായിട്ട് കരുതുന്നു. അതൊക്കെ അങ്ങനെ സംഭവിച്ചു പോയതാണ്, ഒന്നും പ്ലാൻ ചെയ്തതല്ല. അതേപോലെ തന്നെ കുറച്ച് കാശ് എൻ്റെ കയ്യിൽ വന്ന് പെട്ടു. അതങ്ങനെ കിഡ്നി ഫെഡറേഷന്റെ ഫാദറിന്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. എന്റെ തന്ന പോരായിരുന്നു. കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ഇങ്ങനൊരു സ്വീകരണം തന്നതിന് എല്ലാവരോടും നന്ദി. ഇവിടെ ഉണ്ടായിരുന്ന ഇവരൊക്കെ കൂടി ഒപ്പിച്ച പരിപാടി അത്. ഞാനിപ്പോ കാണാം. തനിക്ക് പൈസയ്ക്ക് ആവശ്യമുണ്ട്, അച്ഛനമ്മയ്ക്ക് ഉണ്ട് പറഞ്ഞിട്ട് പിന്നെ താനെന്താ ഈ പൈസ മുഴുവൻ ഇവിടെ കൊടുത്തേ? അച്ഛനമ്മയ്ക്ക് ഉണ്ടാവും, അല്ലാണ്ട് ഞാൻ ഉണ്ടാവില്ലല്ലോ. കണ്ണൂർന്നപ്പോ ആരും കണ്ടില്ല. ഇപ്പോഴാ ഞാൻ ജനിച്ചോണ്ട് ഒരു ഉപകാരം ഉണ്ടായത്. ഒരാൾക്കൊരു ജീവിതം കൊടുക്കാൻ പറ്റിയില്ലേ, അത് മതി. അടുത്ത ആഴ്ച പപ്പ വരുന്നുണ്ട്.
എന്താ ഇപ്പൊ അവിടെ പറയണ്ടേന്നാ. നമ്മൾ ആഗ്രഹിക്കണതൊക്കെ നടക്കണമെന്നില്ലല്ലോ. ഇപ്പൊ എന്റെ കാര്യം തന്നെ ഒന്ന് നോക്കൂ. ആദ്യമായിട്ട് ഒരു കുട്ടിയോട് ഇഷ്ടം തോന്നണം. അവൾക്ക് വേണ്ടിയിട്ട് എവിടേക്ക് വന്നത്, ഇതൊക്കെ കാട്ടിക്കൂട്ടിയത്. ഇപ്പൊ അവള് പോയി, ഞാനും പോവാ തിരിച്ചു. താങ്ക് യു. കഷ്ടം. ശ്ശോ. അവന്റെ ഒരു കിഡ്നിയും പോയി, നല്ല അടിയും കിട്ടി. ചാണകവും മരി ഗോപൂജയും നടത്തി. നൈസ് പ്ലേ. അതല്ലടാ ജോയി, ആരാണ്ടാ ഈ ഒറിജിനൽ രാഹുൽ? ആ കന്നാലി കിട്ടിയ? ഓ, അപ്പൊ നീ അവനെയും തട്ടി സ്കൂട്ടായി, അതല്ലേ ക്ലൈമാക്സ്? അല്ല സ്വാമി, അതിലൊരു ട്വിസ്റ്റ് ഉണ്ട്. ഇനിയും ട്വിസ്റ്റാ? ഷാറു, ഈ രാഹുലിന്റെ ഫോട്ടോ ഇപ്പൊ കയ്യിലുണ്ടാ? ഒന്ന് കാണാനാ, വെറുതെ. ആ ജോയ്, നീ എവിടെയുണ്ട്? ഞാൻ വീട്ടിലുണ്ടാ. പ്രണവിന്റെ കല്യാണം കഴിഞ്ഞപ്പോ എത്തിയുള്ളൂ. എങ്ങനെയായിരുന്നു സ്വീകരണം? നന്നായിരുന്നു. നീ എവിടെ ഉണ്ടാവൂ? ഞാൻ ഉണ്ടാവും. എന്നടാ? നമുക്കൊരാളെ കാണാൻ പോണം. നീ വാ. ഓക്കെ, ശരി. ഓക്കെ. എന്താ കിൻഡർ? നീ ഇവക്ക് വേണ്ടിട്ടാണ് പോയത്? എന്റെ പൊന്നെ കിട്ടേ. ഞാനത് അറിഞ്ഞില്ലടാ. നീ എന്നാടാ രാഹുലായത്? തലലടി. നീയാണല്ലേടാ വില്ലൻ? തല്ലല്ല സ്വാമി. നീ എങ്ങനെയുണ്ടാ രാഹുലായത്? സ്വാമി, എനിക്ക് വഴി കിടന്നൊരു പേഴ്സ് കിട്ടിയതാ. അത് രാഹുലിന്റെ ആയിരുന്നു. അതിനകത്ത് അവന്റെ സിമ്മും അഡ്രസ്സും ഉണ്ടായിരുന്നു. അത് വെച്ചൊരു കളി കളിച്ചു നോക്കിയതാ. അപ്പൊ നിനക്ക് അറിയായിരുന്നല്ലേ അവ അന്വേഷിച്ചു പോണ നിന്നെയാണെന്ന്? എനിക്കത് അറിയില്ലായിരുന്നു. അവനൊന്ന് ഒഴിവാക്കാൻ വേണ്ടി ചെയ്താ. പക്ഷെ അവൻ കിഡ്നി കൊടുക്കുമെന്ന് വിചാരിച്ചില്ല.
തല്ലല്ലേ സ്വാമി, തല്ലല്ലേ സ്വാമി. വെടിവെക്കില്ല സ്വാമി, വെടിവെക്കില്ല സ്വാമി, വെടിവെക്കില്ല സ്വാമി. You are under arrest. ആയിക്കോട്ടെ. താനൊക്കെ എവിടത്തെ സ്വാമിയാണോ? ആരെങ്കിലും മൊബൈൽ ഓൺ ചെയ്യോ? ഞാൻ ഓൺ ചെയ്തിട്ടില്ല സാറേ. എന്റെ പെറ്റമ്മയാണ് ഞാൻ ഓൺ ചെയ്തില്ല. അല്ല, അത് ഞാനൊരു സെൽഫി എടുക്കാൻ വേണ്ടി. ഈ സർപ്പത്തിന്റെ കൂടെ സെൽഫി ഭയങ്കര റയർ അല്ലേ? അത് പറ. അതുകൊണ്ടല്ലേ ഞങ്ങൾക്ക് നിങ്ങളെ പിടിക്കാൻ പറ്റിയത്. ഇവനേതാ? ഇത് ഇത് ഇതിന്റെ ശിഷ്യ സാറേ, ജോയ് സ്വരൂപാനന്ദ സാറേ. ഇവൻ പറഞ്ഞിട്ട് ഞാൻ മറ്റേ ഹോമം മൺചിത്രത്താഴോ. അയ്യോ, എനിക്കൊന്നും അറിയില്ല സാറേ. എനിക്കറിയാം. സ്വാമിമാരെങ്കിലും നുണ പറയും. ഞാൻ ലെഫ്റ്റ് ഹാൻഡാ. നിന്നെ മര്യാദക്ക് വിളിച്ചാ നീ വരില്ലേ? സ്വാമി നടക്ക. അപ്പുറത്തെ മുടി കൂടി നടന്നോളൂ. നടക്ക, വഴി ഒരുക്ക. ചേട്ടാ ഒന്ന് പതുക്കെ പോണേ, കുട്ടിയുടെ വയറ്റില് കുട്ടിയുണ്ടേ. എന്താട്ടാ മുഖത്ത് കുറച്ച് പാട്? അത് വൈഫിന്റെ വീട്ടുകാരൊന്ന് വന്ന് കണ്ട അവരൊരു ചടങ്ങല്ലേ. നമുക്ക് ആൺകുട്ടി മതി കെട്ട ചേട്ടാ. അത് നാസിക്കില് ഗോപൂജ ചെയ്താ കിട്ടും. ഇതിനെന്തോ കുഴപ്പമുണ്ട്, മൊത്തം ഇടിയാണല്ലോ. ഇനി വേണ്ട. കാർത്തിയായനി വധക്കേസ് IPC 304 മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, IPC 120B ഗൂഢാലോചന, IPC 201 തെളിവ് നശിപ്പിക്കൽ. ഈ കുറ്റങ്ങൾ പ്രതികളുടെ പേരിൽ സംശയഭേദമന്യേ തെളിയിക്കപ്പെട്ടതിനാൽ ഒന്നാം പ്രതി സ്വാമി ഭഗീരാനന്ദയ്ക്ക് 7 വർഷം അതികഠിന തടവും 11ാം പ്രതി ജോയ് സ്വരൂപാനന്ദയ്ക്ക് 4 വർഷം കഠിന തടവും ഈ കോടതി വിധിച്ചിരിക്കുന്നു. സാറേ, സാറേ, അത് നിങ്ങൾ കോയമ്പത്തൂരോട്ട് മറ്റേ CD കിട്ടിയ കാട്ടാത്തായോണ്ട് കുറച്ച് ദിവസമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഇല്ലാണ്ട് പോയി. അന്ന് 8 വണ്ടികൾ അവിടെ നിന്ന് പുറപ്പെട്ടത്. ആദ്യത്തെ എന്റെ വണ്ടിയാണ്, ഞാനാ ഡ്രൈവ് ചെയ്തേ. എന്നിട്ട് കിട്ടിയ എന്തായിരുന്നു? ഒരു സഞ്ചി മാത്രം കിട്ടി. അവന്മാര് പോയി. അവന്മാര് വെള്ളത്തിൽ കലങ്ങിപ്പോയാ? സീറ്റ് നമ്പർ 19. ഓക്കെ, താങ്ക് യു. മൂകാംബികയ്ക്ക് ഒരു ടിക്കറ്റ്. ഒരു മൂകാംബിക ടിക്കറ്റ് കൂടി. സീറ്റ് നമ്പർ എത്രയാ നോക്കിയാ? ഈ സൈഡിൽ എടുക്കണം. എന്തുട്രാ അവനെന്നെ കണ്ട കൊല്ലും. ചതിക്കരുത് സ്വാമി. ഞാൻ കണ്ടുകൊണ്ടതിന്റെ അരി കട്ടപ്പോക. ചതിക്കരുത്. സോമൻ, ജയഭാരതി അവരെ കഴിക്കുന്ന എന്റെ വർക്കാ. അവിടെ ചെന്ന് ജോയിൻ ചെയ്ത ഉടനെ വിളിക്കണേ മോനെ. ഒരാഴ്ചക്കുള്ളിൽ സസ്പെൻഷൻ മേടിച്ച് വന്നിരിക്കും പാപ്പ. മോനെ ഒരു മാസമെങ്കിലും പിടിച്ച് നിൽക്കടാ. ഞാൻ നോക്കാം. ഓക്കെ ഓക്കെ. വാ വാ. ഓ ടീക്കേ മോളെ. ടീക്കേ ഡാഡി. അല്ല പാപ്പ. വാ കേറ്. അയ്യോ കിൻഡർ, കേറിക്കോ കേറിക്കോ. ആരെയും നോക്കണ്ട, കേറിക്കോ നീ. കേറിക്കോ. അങ്ങോട്ട് തിരിഞ്ഞു നോക്കണ്ട.